Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫാൽക്കൺ ആൻഡ് വിന്റർ സോൾജറിന്റെ എപ്പിസോഡ് 1 അല്ല. എപ്പിസോഡ് 1 തുടക്കം ഇടുമെങ്കിലും ചില കഴിഞ്ഞ കഥകൾ അല്ലെങ്കിൽ ബാക്ക് സ്റ്റോറീസ് അറിയാതെ നമ്മൾക്ക് ഈ സീരീസ് കാണാൻ പറ്റില്ല. ഒരുപാട് പേർക്ക് അതൊക്കെ ഓർമ്മയുണ്ടാവും, പക്ഷെ ഒരുപാട് പേർക്ക് അതൊക്കെ ഓർമ്മയുണ്ടാവില്ല. കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മയില്ലാതെ, പ്രത്യേകിച്ച് സാമിന്റെയും ബക്കിയുടെയും ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡിന്റെയും ഒക്കെ കഴിഞ്ഞ കഥകൾ ഓർമ്മയില്ലാതെയാണ് അവരെന്തൊക്കെ ചെയ്തു, എന്തിലൂടെയൊക്കെയാണ് അവർ കടന്നു വന്നത്, അവരെങ്ങനെ ഇവിടെയൊക്കെ എത്തി. ഈ കാര്യങ്ങൾ ഓർക്കാതെയാണ് നിങ്ങൾ ഈ സീരീസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ഇമോഷൻ കിട്ടില്ല. അങ്ങനെ സംഭവിച്ച ഈ സീരീസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടുകൂടിയാണ് ഞാൻ എപ്പിസോഡ് 0 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണാൻ പോകുന്നത് സാമിന്റെയും ബക്കിയുടെയും ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡിന്റെയും ബാക്ക് സ്റ്റോറിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. എന്നാലും ഞാൻ നിങ്ങളിത് കാണണമെന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ കിട്ടും. ആ ഒരു ഫ്ലോയിൽ നിങ്ങൾക്ക് ഈ സീരീസ് കണ്ടു തുടങ്ങാനും പറ്റും, കംപ്ലീറ്റ്ലി അത് ആസ്വദിക്കാനും പറ്റും. ഇനി തുടർന്ന് വരുന്ന പല സിനിമയിലും സീരീസിലും നിങ്ങൾക്ക് ഇത് ആവശ്യം വന്നേക്കും. ഇന്നലെയാണ് വീഡിയോ ഇടാന്ന് പറഞ്ഞത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്നലെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് കയറി വന്നു. ഫാമിലിയിലെ ഒരാൾ പെട്ടെന്ന് വഴിക്ക് വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. പിന്നെ അവിടെ എക്സ്റേയും കാര്യങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഈ കാര്യം ഞാൻ ഫാൽക്കൺ വിന്റർ സോൾജർ കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെയും പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെയും കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് കണ്ടു. എന്തായാലും സോറി, ഇതിപ്പോ ഇന്നലെ തന്നെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ലല്ലോ. 2021 ഫാൽക്കൺ ആൻഡ് വിന്റർ സോൾജർ എന്ന് പറയുന്ന TV ഷോ റിലീസ് ആവുന്നത്. അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറെ ആക്ഷൻ ഒക്കെ ഉള്ള, എന്നാൽ അതിനേക്കാൾ അധികമായിട്ട് നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് ഫാൽക്കൺ ആൻഡ് വിന്റർ സോൾജർ. പിന്നെ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സാം വിൽസൺ അല്ലെങ്കിൽ ഫാൽക്കണും നമ്മളേറെ ഇഷ്ടപ്പെടുന്ന വിന്റർ സോൾജർ അല്ലെങ്കിൽ ബക്കി ബാൺസും ആണ്. ഇപ്പൊ നമ്മൾ കുറച്ചു നാളായിട്ട് ദൈവങ്ങളുടെയും മാജിക്കിന്റെയും ഒക്കെ പിന്നാലെയാ. വാണ്ട വിഷൻ കണ്ടപ്പോ വാണ്ടയുടെയും അഗതയുടെയും മാജിക്, പിന്നെ മൂൺ നൈറ്റിലെ ദൈവങ്ങളും അവതാരങ്ങളും, പിന്നെ തോർ 11 തണ്ടറിൽ ദൈവങ്ങളെ കൊല്ലാൻ നടക്കുന്നവനും, ഷാങ്ചിയിലാണെങ്കിലോ മാജിക്കലായിട്ടുള്ള 10 വളയങ്ങൾ, അതായത് 10 റിങ്സ്. അതിന്റെ കൂടെ ടാലോ എന്ന് പറയുന്ന മറ്റൊരു ഡയമെൻഷനിലുള്ള ഗ്രാമവും അവിടുത്തെ മാജിക്കൽ ഡ്രാഗണും. ഇപ്പൊ നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ട് കുറച്ച് റിയൽ ലൈഫിലേക്ക് വരാൻ പോവാണ്. ഈ പറയുന്ന മാജിക്കോ ദൈവങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ TV ഷോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ സമയം കളയാതെ നമുക്ക് കഥയിലേക്ക്, അല്ലെങ്കിൽ കഥ അറിയുന്നതിന് മുന്നേ ഓർക്കേണ്ട കഥയിലേക്ക് കടക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ലാഗ് ആയിട്ടും ബോറിംഗ് ആയിട്ടും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2x സ്പീഡിലിട്ട് കാണുകയോ സ്കിപ്പ് ചെയ്ത് കളഞ്ഞ് കാണുകയോ ചെയ്യാം. തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സാം അവന്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്നതാണ്. ആളെന്തോ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകാനാണ് നോക്കുന്നത്. കോട്ടും സ്യൂട്ടും ഒക്കെയാണ് ഇടുന്നത്. ആളുടെ ബെഡിൽ നമ്മൾ കണ്ടിട്ട് കുറെ നാളായ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് കിടക്കുന്നുണ്ട്. ഡ്രസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് സാം ഒന്നുകൂടി ആ ഷീൽഡിനെ നോക്കി. അവൻ ആ ഷീൽഡ് കയ്യിലെടുത്ത് ഒരു ബാഗിലേക്ക് വെക്കുകയാണ്. അവന്റെ മനസ്സിലേക്ക് ചില ഓർമ്മകൾ കടന്നു വരുന്നു. സ്റ്റീവ് റോജേഴ്സിന്റെ ശബ്ദമാണ് അവൻ ഓർമ്മ വരുന്നത്. എൻ ഗെയിമിന്റെ അവസാനം താനോസിനെയൊക്കെ തോൽപ്പിച്ചു കഴിഞ്ഞ് ക്യാപ്റ്റൻ ഇൻഫിനിറ്റി സ്റ്റോൺസ് തിരിച്ചു വെക്കാൻ ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചുപോയി. പക്ഷെ ക്യാപ്റ്റൻ തിരിച്ചു വന്നില്ല. അദ്ദേഹം ഇൻഫിനിറ്റി സ്റ്റോൺസ് ഒക്കെ തിരിച്ചു വെച്ച് കഴിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട പെഗ്ഗിയുടെ കൂടെ ജീവിക്കാൻ 1940കളിലേക്ക് പോവുകയാണ്. പിന്നെ അടുത്ത സീനി കാണുന്നത് വയസ്സായ സ്റ്റീവ് റോജേഴ്സ് അവിടെയുള്ള ഒരു ബെഞ്ചിൽ ഇരിക്കുന്നതാണ്. ഇതിനെപ്പറ്റി പല തിയറികളുണ്ട്. ഞാൻ എൻ ഗെയിമിന്റെ അവസാനത്തെ പാർട്ടിലെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിരുന്നു. എന്തായാലും സാം പോയി ക്യാപ്റ്റനോട് ചോദിക്കുന്നു, നിങ്ങളുടെ ലൈഫ് എങ്ങനെയുണ്ടായിരുന്നെന്ന്. അത് വളരെ മനോഹരമായിരുന്നെന്നാണ് സ്റ്റീവ് പറയുന്നത്. അത് കഴിഞ്ഞ് സ്റ്റീവ് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു ബാഗിൽ നിന്ന് വളരെ പുതിയതെന്ന് തോന്നിക്കുന്ന ഒരു ഷീൽഡ് പുറത്തെടുക്കുകയാണ്. ഒരു വൈബ്രേനിയം ഷീൽഡ്. എൻ ഗെയിമിന്റെ അവസാനം ക്യാപ്റ്റന്റെ ശരിക്കുള്ള വൈബ്രേനിയം ഷീൽഡ് താനോസ് അയാളുടെ ഇരുതലമൂർച്ചയുള്ള ഒരു വാളുകൊണ്ട് വെട്ടി പകുതിയായി മുറിച്ച് കളഞ്ഞിരുന്നു. പിന്നെ എങ്ങനെ ഷീൽഡ് വീണ്ടും ശരിയായി? ഇതിനെപ്പറ്റിയുള്ള സാധ്യതകളും എൻ ഗെയിം എക്സ്പ്ലനേഷന്റെ ലാസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ്. എന്തായാലും ക്യാപ്റ്റൻ തീരുമാനിച്ചിരുന്നത് ഈ ഷീൽഡ് സാമിനെ ഏൽപ്പിക്കാനാണ്. സാമിനത് വിശ്വസിക്കാൻ പറ്റിയില്ല. ക്യാപ്റ്റന് സാമിന്റെ മേൽ വിശ്വാസം ഉണ്ടായിരുന്നു. അടുത്ത ക്യാപ്റ്റൻ ആവാൻ സാം എന്തുകൊണ്ട് യോഗ്യനാണെന്ന് സ്റ്റീവ് വിചാരിച്ചു. ബക്കിക്കും സ്റ്റീവിന്റെ ഈ തീരുമാനത്തിനോട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഷീൽഡ് കൈ കിട്ടിക്കഴിഞ്ഞ് സാം പറയുന്നത് ഇത് മറ്റാരുടെയോ പോലെ തോന്നുന്നു എന്നാണ്. അതിന്റെ അർത്ഥം സാം സ്വയം വിചാരിക്കുന്നു ഞാൻ ഇതിന് അർഹനല്ലെന്ന്. ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചരിത്രമുണ്ട്, ഒരു സ്ഥാനം. ആ സ്ഥാനം അതുപോലെ തന്നെ കീപ്പ് ചെയ്യാൻ തന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് സാമിന് എപ്പോഴും സംശയമാണ്. ആ കാര്യത്തിൽ സാമിനെ കുറ്റം പറയാൻ പറ്റില്ല. സ്റ്റീവ് റോജേഴ്സ് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരുന്ന റൂൾസ്, അദ്ദേഹത്തിന്റെ ധൈര്യം, ഐ ക്യാൻ ഡു ഇറ്റ് ഓൾ ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം മുഴുവൻ വീഴാതെ പിടിച്ചു നിൽക്കാൻ സ്റ്റീവ് റോജേഴ്സിന് സാധിക്കുമായിരുന്നു. അദ്ദേഹം ഒരു സൂപ്പർ സോൾജർ ആയിരുന്നു. സൂപ്പർ സോൾജർ സെറം കുത്തിവെച്ച് പരീക്ഷണം ചെയ്തതിനെ തുടർന്നാണ് സ്റ്റീവ് റോജേഴ്സ് ശാരീരികമായിട്ട് അത്രയും ശക്തിയും കഴിവുകളുള്ള ആളായിട്ട് മാറിയത്. അങ്ങനെയുള്ള സ്റ്റീവ് റോജേഴ്സിന്റെ ഒരു അസിസ്റ്റന്റിനെ പോലെ, ഒരു സഹായിയെ പോലെ നിന്ന ആളാണ് സാം വിൽസൺ അല്ലെങ്കിൽ ഫാൽക്കൺ. അദ്ദേഹം സ്റ്റീവ് റോജേഴ്സിനെ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയെ ആരാധിച്ചിരുന്നു. അദ്ദേഹത്തിനെ തന്റെ ഹീറോ ആയി കണ്ടിരുന്നു. പക്ഷെ ഒരിക്കലും ആ സ്ഥാനത്ത് എനിക്ക് ഏറ്റെടുക്കാനാവൂ എന്ന്
എന്ന് സാം വിചാരിച്ചിട്ടേയില്ല. സ്റ്റീവ് റോജേഴ്സ് പെട്ടെന്ന് അടുത്ത് ക്യാപ്റ്റനാവാൻ വേണ്ടി സാമിന് ആ ഷീൽഡ് എടുത്ത് കൊടുക്കുമ്പോൾ വലിയൊരു ഭാരം, വലിയൊരു പ്രതീക്ഷ തന്റെ മേലേക്ക് വന്നതുപോലെയാണ് സാമിന് തോന്നുന്നത്. ഇപ്പൊ ഈ കഥ നടക്കുന്നത് എൻഡ് ഗെയിമിന് ശേഷം ഏകദേശം 6 മാസങ്ങൾ കഴിഞ്ഞാണ്, 2024. പക്ഷെ ഇത്ര മാസങ്ങൾ ആ ഷീൽഡ് കയ്യിൽ വെച്ചിട്ടും സാം അത് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സംശയങ്ങൾ, ആ ചിന്തകൾ ഇപ്പോഴും സാമിന്റെ മനസ്സിലുണ്ട്. ഇതാണ് സാം ഇങ്ങനെ ഷീൽഡ് പിടിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. അന്ന് വയസ്സായ ക്യാപ്റ്റൻ ഈ ഷീൽഡ് ഇട്ടുകൊണ്ടുവന്ന ബാഗ് അടക്കമാണ് അത് സാമിന് കൊടുത്തിരിക്കുന്നത്. ആ ബാഗ് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. സാം ഷീൽഡ് എടുത്ത് എന്തോ മനസ്സിൽ ഉറപ്പിച്ച് അത് ആ ബാഗിലേക്ക് വെക്കുവാണ്. ഇനി നമ്മൾ ഒരുപക്ഷെ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ ബാക്ക് സ്റ്റോറിയാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളത് അറിഞ്ഞിരിക്കണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എല്ലാം ഓർമ്മയുള്ളവര് ഒരു 10% കാണും. നിങ്ങളത് പെട്ട ആളാണെങ്കിൽ ഓക്കെ, നല്ല കാര്യം എന്ന് കരുതി ബാക്കിയുള്ളവരെ ഇതൊന്നും ഓർമ്മിപ്പിക്കാതെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ ഞാൻ ജസ്റ്റ് കഥയിലേക്ക് കടന്ന കുറെ പേർക്ക് തോന്നും, ഓക്കെ സാം ക്യാപ്റ്റന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു, ക്യാപ്റ്റൻ സാമിന് ഷീൽഡ് കൊടുത്തു, ഇനി ബാക്കി സ്റ്റോറി. പക്ഷെ അത് മാത്രം ഓർത്താ പോരല്ലോ. ആരായിരുന്നു സാം, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, സാം അതിന് യോഗ്യനാണോ, ഇതൊക്കെ അറിയണ്ടേ? അപ്പൊ നമുക്ക് സാമിന്റെ ബാക്ക് സ്റ്റോറി നോക്കാം. സാം വിൽസൺ രാജ്യത്തിനെ സേവിക്കാൻ വേണ്ടി, അതിന്റെ ഒപ്പം തന്നെ അവന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിൽ ചേർന്നു. അതായത് അമേരിക്കയുടെ വ്യോമസേനയിൽ. ഒരുപാട് ഭീകരവാദികൾക്കെതിരെ സാം കൂടെയുള്ള ഓഫീസേഴ്സിന്റെ കൂടെ പോരാടി. കുറച്ചുനാള് സാമിന് ആ ജീവിതം ഇഷ്ടപ്പെട്ടു. പക്ഷെ US മിലിറ്ററി ഉണ്ടാക്കിയ ഒരു പുതിയ ഡിവൈസ്, അതായത് ഫാൽക്കൺ സ്യൂട്ട് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്തത് സാമിനെയും സാമിന്റെ ഒരു ഫ്രണ്ടിനെയുമാണ്. വളരെ ഈസി ആയിട്ട് ഈ സ്യൂട്ട് ധരിച്ച് സാമിന് പറക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് മിഷൻസിൽ അവർ രണ്ടുപേരും പങ്കെടുത്തു. പക്ഷെ ഒരു മിഷന്റെ ഇടയ്ക്ക് സാമിന്റെ കൂട്ടുകാരൻ മരിച്ചുപോയി. അത് സാമിനെ മാനസികമായിട്ട് ഒരുപാട് ബാധിച്ചു. അതുകൊണ്ട് വീണ്ടും US എയർഫോഴ്സിൽ നിൽക്കണ്ടെന്ന് സാം തീരുമാനിക്കുകയാണ്. പിന്നീട് കുറച്ചുനാൾ സാം പല യുദ്ധങ്ങളിലും പങ്കെടുത്ത സൈനികരെ മാനസികമായിട്ട് സഹായിക്കാൻ തുടങ്ങി. ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രോമ തരുന്ന സംഭവമാണ്. കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും മരണങ്ങൾ, കൂടെയുള്ള ഓഫീസേഴ്സിന്റെ മരണങ്ങൾ, തങ്ങൾക്ക് കൊല്ലേണ്ടി വരുന്നവരുടെ മുഖങ്ങൾ, രക്തം, വെടിയുണ്ട, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും. എല്ലാ സൈനികർക്കും ഇത് ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. ഒരുപാട് പേർക്ക് ഈ ട്രോമയിൽ നിന്ന് പുറത്തു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവരെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യാനും അവരെ തിരിച്ച് അവരുടെ കുടുംബത്തിന്റെ അടുത്ത് എത്തിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സാം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് സാമിന്റെ ജീവിതം തന്നെ മാറി മറിയുന്നത് ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയതോടെ. യെസ്, ദ വൺ ആൻഡ് ഓൺലി സ്റ്റീവ് റോജേഴ്സ്, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക. നമ്മുടെ സാം വിൽസൺ ഗവൺമെന്റിന്റെ തന്നെ ഭാഗമായിട്ടാണ് ആർമിയിൽ നിന്ന് വിട്ടുപോരുന്ന ഓഫീസേഴ്സിനെ ഇങ്ങനെ മാനസികമായിട്ട് സഹായിച്ചിരുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അങ്ങനെ ഇരിക്കും 2014 സാം രാവിലെ ഒന്ന് ഓടാൻ ഇറങ്ങി. അങ്ങനെ ഓടുന്നതിന്റെ ഇടയ്ക്കാണ് തന്നെക്കാൾ മാരക സ്പീഡിൽ സ്റ്റീവ് റോജേഴ്സ് ഓടുന്നത് സാം ശ്രദ്ധിക്കുന്നത്. ഓരോ വട്ടവും സ്റ്റീവ് സാമിനെ മറികടന്ന് പോകുമ്പോൾ ഓൺ യുവർ ലെഫ്റ്റ് എന്ന് പറയാറുണ്ട്. അതായത് സാം ഓട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. പിന്നിൽ ഇടതുഭാഗത്ത് കൂടെ സ്റ്റീവ് ഓടി വരുന്നത് സാം ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ അങ്ങനെ പറഞ്ഞിട്ട് ഓടുന്നത്. ഓൺ യുവർ ലെഫ്റ്റ് എന്ന് പറയുന്ന ഡയലോഗ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് എൻഡ് ഗെയിം കണ്ടവർക്ക് അറിയാലോ. സാം സ്റ്റീവിന്റെ ഒപ്പം ഓടിയെത്താൻ നോക്കുന്നുണ്ട്, പക്ഷെ അവനെ കൊണ്ട് അത് പറ്റുന്നില്ല. എന്തായാലും അവർ രണ്ടുപേരൊന്ന് പരിചയപ്പെട്ടു. അത് സാമിന്റെ ലൈഫ് മാറ്റിമറിച്ചു. എന്തായാലും ക്യാപ്റ്റൻ അമേരിക്ക അല്ലെങ്കിൽ സ്റ്റീവ് റോജേഴ്സിന്റെ പേര് ഹിസ്റ്ററിയെ പറ്റി അറിയുന്ന ആരും മറക്കാൻ സാധ്യതയില്ല. സാമും അമേരിക്കയുടെ ചരിത്രം അത്യാവശ്യം അറിയുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്ന ആരാന്നൊക്കെ സാമിന് നന്നായിട്ട് മനസ്സിലായി. ക്യാപ്റ്റൻ ഇപ്പോഴത്തെ ലോകത്തിനോട് ഇടപഴകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സാമിന് മനസ്സിലായി. രണ്ടുപേരും സൈനികരായതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയും ചെയ്തു. തനിക്ക് ഇഷ്ടപ്പെട്ട ചില പാട്ടുകാരുടെ ലിസ്റ്റും ക്യാപ്റ്റൻ കേട്ടിരിക്കണമെന്ന് സാമിന് തോന്നിയ ചില പാട്ടുകളും അവൻ ക്യാപ്റ്റനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അത് ക്യാപ്റ്റൻ തന്റെ ഡയറിയിൽ ചെയ്യാനുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽ എഴുതി വെക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻ അവെഞ്ചേഴ്സിന്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മിഷൻസിൽ ഏർപ്പെട്ടു. എന്നാലും താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ക്യാപ്റ്റനെ സാം ക്ഷണിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ വന്നാ അവിടുത്തെ ഗേൾസിന് മുന്നിലൊക്കെ തനിക്കൊന്ന് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് സാം അങ്ങനെ പറയുന്നത്. പക്ഷെ തുടക്കം മുതലേ സാമിന് ക്യാപ്റ്റനോട് വലിയൊരു ആരാധനയുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും രാജ്യത്തിന് വേണ്ടി മഞ്ഞിന്റെ അടിയിൽ അത്ര വർഷത്തോളം തണുത്തുറഞ്ഞു കിടന്ന ആളാണ് സ്റ്റീവ് റോജേഴ്സ്. ഇത് കഴിഞ്ഞ് സാമിന്റെ ജോലിയെ പറ്റി കാണിക്കുന്നുണ്ട്. അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ്, എത്ര സഹാനുഭൂതിയോടെ അല്ലെങ്കിൽ മുന്നിലിരിക്കുന്നവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം. സാം ക്യാപ്റ്റനോട് എന്തുകൊണ്ട് ആർമിയുടെ മിഷൻസിൽ നിന്ന് വിട്ടുനിൽക്കുന്നെന്നും തന്റെ കൂട്ടുകാരൻ മരിച്ചതിലുള്ള വിഷമത്തിനെ പറ്റിയും എന്തുകൊണ്ട് ഇപ്പൊ ഈ വർക്ക് ചെയ്യുന്നു എന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. രണ്ടുപേർക്കും രാജ്യത്തിനെ സഹായിക്കണമെന്ന്, രാജ്യത്തിന് വേണ്ടി പോരാടണമെന്ന് ഒരിക്കലും അടങ്ങാത്ത ആഗ്രഹമുണ്ട്. വെറുതെ ഇരിക്കാൻ അവർ തയ്യാറല്ല. ഇതിന്റെ ഇടയ്ക്കാണ് ഷീൽഡ് ഏജൻസിയുടെ ഉള്ളിൽ തന്നെ ഹൈഡ്രയുടെ കൈകളുണ്ടെന്ന് ക്യാപ്റ്റന് മനസ്സിലാവുന്നത്. പ്രൊജക്ട് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം വെച്ച് ഹൈഡ്രക്കെതിരെ നിന്നേക്കാവുന്ന ആളുകളെ നേരത്തെ തട്ടിക്കളയാൻ ഒരു പ്ലാൻ ഹൈഡ്രയ്ക്ക് ഉണ്ടായിരുന്നു. ഇത് ക്യാപ്റ്റനും നിക് ഫ്യൂറിയൊക്കെ മനസ്സിലാക്കി. സോ ഇവരെ കൊല്ലാൻ ഹൈഡ്ര പ്ലാൻ ഇട്ടു. അങ്ങനെ നത്താഷയും ക്യാപ്റ്റനും കൂടി സാമിന്റെ ഹെൽപ്പ് ചോദിച്ചു വരുന്നുണ്ട്. സാം രണ്ടാമതൊന്നും ആലോചിക്കാതെ ക്യാപ്റ്റനെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ചേരുവാണ്. അതാണ് സാം എടുത്ത ഏറ്റവും നല്ല തീരുമാനം. ക്യാപ്റ്റൻ അമേരിക്കയിൽ അല്ലെങ്കിൽ സ്റ്റീവ് റോജേഴ്സിൽ സാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. സ്റ്റീവ് റോജേഴ്സ് നീതിക്കെതിരായിട്ട് ഒരു കാര്യം പോലും ചെയ്യില്ല എന്ന് സാമിന് നന്നായിട്ട് അറിയാം. സാം ഒരു വീട്ടിൽ കയറ്റി അവർക്ക് ഫുഡ് കൊടുത്തു, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു. തൽക്കാലം US മിലിറ്ററിയുടെ പോരാട്ടങ്ങളിൽ നിന്ന് സാം വിട്ടു നിൽക്കുകയാണല്ലോ. പക്ഷെ ക്യാപ്റ്റൻ തന്നെ സഹായത്തിന് വിളിച്ചപ്പോ താൻ വീണ്ടും പോരാടാൻ സമയമായെന്ന് സാമിന് സ്വയം തോന്നി. ക്യാപ്റ്റൻ പറഞ്ഞപ്പോ ഹൈഡ്രയെ പറ്റിയും അവർ ചെയ്യാൻ പോകുന്ന പ്ലാനുകളെ പറ്റിയൊക്കെ സാമിന് മനസ്സിലായി. അപ്പോഴാണ് അത് രാജ്യത്തിനും അല്ലെങ്കിൽ ലോകത്തിന് തന്നെ എത്രത്തോളം വലിയ ഭീഷണിയാണെന്ന് അവൻ മനസ്സിലാക്കി.
മനസ്സിലാക്കുന്നത്. മിലിറ്ററിയിൽ ഇല്ലാത്തത് കൊണ്ട് ഫാൽക്കൺ സ്യൂട്ട് സാമിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സ്റ്റീവ് റോജേഴ്സിന്റെയും നത്താഷയുടെയും കൂടി സാം ഫാൽക്കൺ സ്യൂട്ട് കൈക്കലാക്കി. എന്നിട്ട് ജാസ്പർ സിറ്റ്വെൽ എന്ന് പറയുന്ന ഒരു ഹൈഡ്ര ഏജന്റിനെ ചോദ്യം ചെയ്യാനായിട്ട് സാമും ഇവരുടെ കൂടെ പോയി. അങ്ങനെ ആ ഹൈഡ്ര ഏജന്റിന്റെ കൂടെ ഇവർ കാറി പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഇവർ ആക്രമിക്കാൻ കയറി വരുന്ന നമ്മുടെ വിൻഡോ സോൾജിയർ അല്ലെങ്കിൽ ബക്കി ബാൺസ്. അവനെ ഹൈഡ്ര കാലങ്ങളായിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് ഉപയോഗിക്കുകയാണ്, ഒരു ആയുധം പോലെ. ഇവർ മൂന്നുപേരും കൂടി വിന്റർ സോൾജിയറിനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. വിന്റർ സോൾജിയറും സ്റ്റീവും കൂടി ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് സാം വളരെ നന്നായിട്ട് തന്നെ ഹൈഡ്ര ഏജൻസിനെ തുരത്താൻ വേണ്ടി സഹായിക്കുന്നു. സ്റ്റീവ് റോജേഴ്സിനെ വിന്റർ സോൾജിയർ വെടിവെക്കാൻ പോവായിരുന്നു. സ്റ്റീവ് ആ സമയത്ത് ഇത് തന്റെ ബക്കിയാണല്ലോ എന്ന് അറിഞ്ഞപ്പോ ആകെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. ഈ സമയത്താണ് സാം നേരെ പറന്നുവെന്ന് വിന്റർ സോൾജിയറിനെ ചവിട്ടി തെറിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, പല സമയത്തും ക്യാപ്റ്റനെ വളരെ വലിയ രീതിയിൽ തന്നെ സാം സഹായിച്ചിട്ടുണ്ട്. ബക്കിയ വെടിവെച്ചിരുന്നെങ്കിലോ? സാമിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കൂടുതൽ ഹൈഡ്രേറ്റ് ആൾക്കാർ വന്നപ്പോ ഇവരെ മൂന്നുപേരെയും പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ ഷീൽഡ് ഏജന്റ് ആയിട്ടുള്ള മരിയ ഹിൽ അവരെ രക്ഷപ്പെടുത്തി. അവര് ഫ്യൂറിയുടെ അടുത്തേക്ക് വന്നു. നിക് ഫ്യൂറിയും വിന്റർ സോൾജിയറിന്റെ കയ്യിൽ നിന്ന് ഒരു വിധത്തിൽ തുരന്ന് രക്ഷപ്പെട്ടു വന്നതാണ്. വിന്റർ സോൾജിയർ തീർച്ചയായിട്ടും നമുക്ക് അപകടമായിട്ട് മാറുമെന്ന് സാം വിചാരിച്ചിരുന്നു. പക്ഷേ ബക്കിയെ ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലാന്ന് ക്യാപ്റ്റൻ ഉറപ്പായിരുന്നു. അതുകൊണ്ട് ബക്കിയെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് തന്നെ ക്യാപ്റ്റൻ സാമിനോട് പറയുന്നുണ്ട്. ക്യാപ്റ്റന്റെ യൂണിഫോം തൽക്കാലം സ്മിത്സോണിയൻ മ്യൂസിയത്തിൽ ഇരിക്കുമായിരുന്നു. ഈ പേര് ഓർത്തു വയ്ക്കണം. അവിടുന്നാണ് ക്യാപ്റ്റനും ഫാൽക്കണും കൂടി അദ്ദേഹത്തിന്റെ സ്യൂട്ട് മോഷ്ടിക്കുന്നത്. അത് കഴിഞ്ഞ് ഹൈഡ്രക്കെതിരെയുള്ള പോരാട്ടത്തിൽ സാം വളരെ നന്നായിട്ട് തന്നെ ക്യാപ്റ്റന്റെ കൂടെ ചേർന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. വലിയ ഹെലികാരിയറുകളിൽ നിന്നും ജെറ്റുകളിൽ നിന്നൊക്കെ ഒരുപാട് മിസൈലുകൾ തന്റെ പിന്നാലെ വന്നപ്പോഴും ഫാൽക്കൺ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഹെലികാരിയറിൽ നിന്ന് ക്യാപ്റ്റൻ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ രക്ഷിച്ചുകൊണ്ട് പറക്കുന്നത് നമ്മുടെ ഫാൽക്കൺ ആണ്. വിന്റർ സോൾജിയർ സാമിനെ നന്നായിട്ട് അറ്റാക്ക് ചെയ്തു. അതിനിടയ്ക്ക് ഫാൽക്കൺ സ്യൂട്ടിന്റെ ചിറകുകൾക്ക് നന്നായിട്ട് തന്നെ കേടുപാടുകൾ പറ്റി. സാം താഴേക്ക് വീണു. അവന് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ പാരഷൂട്ട് ഓണാക്കി താഴെ ലാൻഡ് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് ബ്രോക്ക് റംലോയുമായിട്ട് സാം നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. റംലോ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഹൈഡ്രോ ഏജന്റ് ആയതുകൊണ്ട് തന്നെ സാമിന് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പരിക്കേറ്റ് കിടക്കുന്ന സാമിനെ റംലോ കളിയാക്കാൻ തുടങ്ങി. പക്ഷെ ഒരു ഹെലികാരിയർ അങ്ങോട്ട് ഇടിച്ച് കയറുന്നുണ്ട്. റംലോ അതിന്റെ ഇടയ്ക്ക് പെട്ടെങ്കിലും സാം പെട്ടെന്ന് അവിടുന്ന് ഓടിച്ചാടി രക്ഷപ്പെടുവാണ്. സാം ബ്ലാക്ക് വിഡോയെ വിളിച്ച് ഹെലികോപ്റ്റർ പെട്ടെന്ന് കൊണ്ടുവരണമെന്ന് പറയുന്നു. അങ്ങനെ കെട്ടിടത്തിന്റെ ഉയരത്തിൽ നിന്ന് ചാടിയ സാമിനെ നിക് ഫ്യൂറിയും ബ്ലാക്ക് വിഡോയും കൂടി ഹെലികോപ്റ്ററിൽ വന്ന് പിടിച്ചെടുക്കുന്നു. വിന്റർ സോൾജിയറായിട്ടുള്ള ഫൈറ്റിന്റെ ഇടയ്ക്ക് ക്യാപ്റ്റൻ ബക്കി തന്നെ തിരിച്ചറിയുമെന്ന് വിചാരിച്ച് അവനോട് ഫൈറ്റ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. ബക്കിക്ക് ചെറിയ ഓർമ്മയൊക്കെ വരുന്നുണ്ട് സ്റ്റീവിന്. ഷീൽഡും താഴേക്ക് വീണു, ക്യാപ്റ്റനും താഴേക്ക് വീണു. അബോധാവസ്ഥയിൽ കിടന്നിരുന്ന ക്യാപ്റ്റനെ ഹോസ്പിറ്റലിലാക്കുന്നതും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതും നമ്മുടെ സാം തന്നെയായിരുന്നു. പിന്നീട് ക്യാപ്റ്റനെ കേൾക്കാൻ വേണ്ടി സാം മുന്നേ റെക്കമെൻഡ് ചെയ്ത ആ സോങ്ങും അവൻ വെച്ചു കൊടുക്കുന്നുണ്ട്. ക്യാപ്റ്റന് ബോധം വരുമ്പോൾ ഓൺ യുവർ ലെഫ്റ്റ് എന്നാണ് ക്യാപ്റ്റൻ ആദ്യം തന്നെ സാമിനോട് പറയുന്നത്. എന്തായാലും ഹൈഡ്രക്കെതിരെയുള്ള പോരാട്ടത്തിൽ അവരേറെക്കുറെ വിജയിച്ചു. നിക് ഫ്യൂറി താൻ മരിച്ചു എന്ന് ലോകത്തിനെ വിശ്വസിപ്പിച്ചു. ഇനിയും ഹൈഡ്രയുടെ ആളുകൾ ബാക്കിയുണ്ടെന്നും അവരെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ചെയ്യണമെന്നും ഫ്യൂറി സാമിനോട് പറയുന്നുണ്ട്. പക്ഷെ താൻ ഒരു പട്ടാളക്കാരനായതുകൊണ്ട് അങ്ങനെ അണ്ടർ കവർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാമിന് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. വിന്റർ സോൾജിയറിനെ കണ്ടുപിടിക്കാനും സാം ക്യാപ്റ്റനെ സഹായിക്കുന്നു. ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു അവെഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിന്റെ സമയം ഒരു ഹൈഡ്ര ബേസിനെ വിജയകരമായിട്ട് അവെഞ്ചേഴ്സ് കീഴടക്കി. അതിന്റെ പാർട്ടി നടക്കുന്നതിനിടയ്ക്ക് സാമിനെയും അങ്ങോട്ട് ക്ഷണിച്ചിരുന്നു. ഈ അവെഞ്ചേഴ്സ് ടീമിന്റെ കൂടെ ചേരാനുള്ള ഒരു താല്പര്യം സാം ക്യാപ്റ്റനെ അറിയിക്കുന്നുണ്ട്. അവെഞ്ചേഴ്സ് ടീമിൽ ചേരുക എന്നതിനേക്കാൾ ക്യാപ്റ്റന്റെ മിഷൻസിൽ അദ്ദേഹത്തിനെ സഹായിക്കുക എന്നുള്ളതാണ് സാമിന്റെ പ്രധാന ഉദ്ദേശം. അൾട്രോണിനെയൊക്കെ തോൽപ്പിച്ച് കഴിഞ്ഞ അവസാനമാകുമ്പോൾ ക്ലിൻ ബാർട്ടൺ അവെഞ്ചേഴ്സിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നുണ്ട് കുടുംബത്തിന്റെ ഒപ്പം ജീവിക്കാൻ. പിന്നെ കൂടുതൽ പേരെ ടീമിലേക്ക് വേണമെന്ന് അവെഞ്ചേഴ്സിന് തോന്നി. അതുകൊണ്ട് അവര് വാണ്ടയെയും റോഡിയെയും ഫാൽക്കണിനെയും ഒക്കെ അവെഞ്ചേഴ്സ് ടീമിലേക്ക് വിളിക്കുകയാണ്. അവിടുന്ന് ഫാൽക്കണിന് എന്താ കിട്ടിയെന്നറിയോ? ടോണി സ്റ്റാർക്ക് നിർമ്മിച്ച അദ്ദേഹത്തിന്റെ ടെക്നോളജിയിലൂടെ അപ്ഗ്രേഡ് ചെയ്ത ഒരു പുതിയ ഫാൽക്കൺ സ്യൂട്ട്. അത് വേറെ ലെവലായിരുന്നു. ഫാൽക്കൺ അവെഞ്ചേഴ്സ് ബേസിൽ ക്യാപ്റ്റന്റെയും നതാഷയുടെയും കൂടെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ ഇടയ്ക്ക് അവെഞ്ചേഴ്സ് കോമ്പൗണ്ടിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ആൻഡ്മാനെ ഫാൽക്കൺ കണ്ടുപിടിക്കുന്നുണ്ട്. അവന് സ്പെഷ്യൽ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരുപാട് കഴിവുകളുള്ള ഒരു സ്പെഷ്യൽ റെഡ് ഗ്ലാസ് ഉണ്ട്. അത് വെച്ച് ആൻഡ്മാനെ കണ്ടുപിടിക്കുന്നതടക്കം പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ആൻഡ്മാനുമായിട്ട് ഫാൽക്കൺ ചെറിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. പക്ഷെ ആൻഡ്മാൻ ചെറുതായി അവന്റെ ഫാൽക്കൺ സ്യൂട്ടിൽ ചെറിയൊരു കേടുവരുത്തി. എന്തായാലും ആ പരാജയം സാമിനെ സംബന്ധിച്ചൊരു നാണക്കേടായിരുന്നു. ഈ കാര്യം നത്താഷയെ അറിയിച്ചെങ്കിലും ഇത് ക്യാപ്റ്റൻ അറിഞ്ഞ തന്റെ വില പോകുമെന്ന് സാം പറയുന്നുണ്ട്. സോ ക്യാപ്റ്റൻ അമേരിക്കയുടെ മുന്നിൽ വളരെ ബഹുമാനത്തോടെയും ഒരു കുട്ടിയെ പോലെയാണ് സാം എപ്പോഴും നിൽക്കുന്നത്. തുടർന്ന് സാം ആൻഡ്മാനെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അവനൊരു നല്ല ആളായിരിക്കുമെന്ന് സാം മനസ്സിലാക്കി. പിന്നെ കുറച്ചുനാൾ കടന്നുപോയി. ലാഗോസി വെച്ച് ബ്രോക്ക് റംലോ ഒരു ആക്രമണം നടത്തുന്നുണ്ട്. ഇവിടെ വെച്ചാണ് ഫാൽക്കൺ ആദ്യമായിട്ട് റെഡ് വിങ് എന്ന് പറയുന്ന പുതിയൊരു ഡിവൈസ് ഉപയോഗിക്കുന്നത്. ഇത് ടോണി സ്റ്റാർക്കാണ് നിർമ്മിച്ചത്. ഫൈറ്റിങ്ങിനിടയ്ക്ക് റെഡ് വിങ് ഒരുപാട് തരത്തിൽ സാമിനെ സഹായിക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സ്കാൻ ചെയ്യുക, ഒരു CCTV ക്യാമറ പോലെ പ്രവർത്തിക്കുക, വേണമെങ്കിൽ ഫയർ ചെയ്യാൻ വരെ റെഡ് വിങ് ഉപയോഗിച്ച് പറ്റും. സാം റംലോയെ നിരീക്ഷിച്ചു. വാണ്ടയുടെയും ക്യാപ്റ്റന്റെയും കൂടെ ചേർന്ന് റെഡ് വിങ് കൂടി ഉപയോഗിച്ച് ഫാൽക്കൺ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. ഈ റെഡ് വിങ്ങിനെ ഒരു ഷീൽഡായിട്ടും സാം ഉപയോഗിക്കാറുണ്ട്. ഇവിടെ വെച്ചാണ് വാണ്ട അബദ്ധത്തിൽ റംലോ ബോംബ് പൊട്ടിച്ചപ്പോൾ അത് തടയുന്നതും അതിന്റെ ഭാഗമായിട്ട് അറിയാതെ കുറെ പേര് കൊല്ലപ്പെടുന്നതും. ഇത് കഴിഞ്ഞാണ് പല പ്രശ്നങ്ങളും അവെഞ്ചേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവുന്നത്. അവെഞ്ചേഴ്സ് നല്ല കാര്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എന്നാലും അവരുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളെ പറ്റിയാണ് ജനങ്ങൾ കൂടുതലും ചിന്തിക്കുന്നത്. ജനറൽ റോസ് ആണ് ഇവരോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് സോക്കോവി
ഉടമ്പടി അല്ലെങ്കിൽ സോക്കോവിയ അക്കോർഡ്സ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചു. അവെഞ്ചേഴ്സ് ഗവൺമെന്റിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവെഞ്ചേഴ്സ് 2 പാർട്ടായി. ടോണി സ്റ്റാർക്ക് ഇതിൽ ഒപ്പുവെക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഗവൺമെന്റിന്റെ ഒപ്പം ഒരുപക്ഷെ ഹൈഡ്രാജൻസ് ഉണ്ടാവാമെന്നും ഗവൺമെന്റ് തീരുമാനിക്കുന്നത് എപ്പോഴും ശരിയായിരിക്കില്ല എന്നും ക്യാപ്റ്റൻ അറിയായിരുന്നു. ഒരുപക്ഷെ ഗവൺമെന്റ് കറപ്റ്റഡ് ആയിരിക്കാം, മോശം വ്യക്തികളായിരിക്കും ഗവൺമെന്റിന് തലപ്പത്തിരിക്കുന്നത്. അപ്പൊ അവരും അവെഞ്ചേഴ്സിനെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ശരിക്കുള്ള ഹീറോസ് പിന്നെ ഉണ്ടാവില്ല. ഇതുകൊണ്ട് ക്യാപ്റ്റൻ ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നില്ല. സോ തീർച്ചയായിട്ടും സാം ക്യാപ്റ്റന്റെ കൂടെയായിരിക്കും നിൽക്കുന്നത്. സാമിനും ക്യാപ്റ്റൻ പറയുന്നത് ശരിയാന്ന് തോന്നി. ഇതിന്റെ ഇടയ്ക്കാണ് പെഗ്ഗി മരിക്കുന്നത്. തുടർന്ന് ക്യാപ്റ്റന്റെ ഒപ്പം സാമും പെഗ്ഗിയുടെ ഫ്യൂണറൽ ചടങ്ങുകൾക്ക് പങ്കെടുക്കുന്നുണ്ട്. ക്യാപ്റ്റൻ സങ്കടപ്പെടുന്നത് കണ്ട് സാമിനും ഭയങ്കര വിഷമമായി. ഈ സോക്കോവിയ അക്കോർഡ്സിൽ സാം ഒപ്പിടാത്തതുകൊണ്ട് തന്നെ അവന് പിന്നെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മിലിറ്ററിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് സാമിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ക്യാപ്റ്റന്റെ ഒപ്പമാണ് എന്നും നിന്നത്. അദ്ദേഹം ചിന്തിക്കുന്നതിലെ ശരികൾ സാമും ശരിവെച്ചു. പിന്നീട് ഈ സോക്കോവിയ അക്കോർഡ്സ് ഒക്കെ ഒപ്പുവെക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു സ്ഫോടനം ഉണ്ടായി. അതിന്റെ ഇടയ്ക്ക് വക്കാൻഡയിലെ രാജാവായിട്ടുള്ള കിങ് ടിച്ചാക്ക കൊല്ലപ്പെട്ടു. അതോടെ മകനായിട്ടുള്ള ടിച്ചാലയ്ക്ക് ഭയങ്കര വിഷമവും ദേഷ്യവും വന്നു. ഇത് ചെയ്തത് ആരായാലും കണ്ടുപിടിച്ച് കൊല്ലണമെന്ന് തന്നെ ടിച്ചാല തീരുമാനിച്ചു. ആ സ്ഫോടനം നടത്തിയത് വിന്റർ സോൾജർ ആയിരുന്നു. അങ്ങനെയാണ് വാർത്തകൾ വന്നത്. പക്ഷെ ക്യാപ്റ്റൻ ഉറപ്പായിരുന്നു ഇതിന്റെ പിന്നിൽ ബക്കി അല്ലെന്ന്. ഒരുപക്ഷെ ആണെങ്കിൽ തന്നെ ഇത് ബക്കി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. ബക്കിയെ കൊല്ലാൻ വേണ്ടി ബ്ലാക്ക് പാന്തർ സ്യൂട്ട് ഇട്ട് ടിച്ചാല ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂടെ US മിലിറ്ററിയും ശ്രമിക്കുന്നുണ്ട്. ബക്കിയെ രക്ഷിക്കാൻ ക്യാപ്റ്റൻ ശ്രമിക്കുമ്പോൾ ഒപ്പം സാമും ഉണ്ടായിരുന്നു. US മിലിറ്ററിയുടെ ഭാഗമായിട്ട് റോഡി വാർ മെഷീൻ സ്യൂട്ടി വന്ന് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ച് അവർ ഷാരൻ കാർട്ടറിനെ കാണുന്നുണ്ട്. ഷാരൻ കാർട്ടറിന്റെ ഗ്രേറ്റ് ആന്റിയാണ് പെഗ്ഗി കാർട്ടർ. ഷാരൻ കാർട്ടറിനെ പറ്റി ഭയങ്കര അധികമായിട്ട് അറിഞ്ഞിരിക്കണമെന്നില്ല. ഇനി അതിന് വല്ല അവസരം വരികയാണെങ്കിൽ പറയാം. ടോണി സ്റ്റാർക്ക് ക്യാപ്റ്റനോടും സാമിനോടും പറയുന്നുണ്ട് സോക്കോവിയ അക്കോർഡ്സ് ഒപ്പുവെച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന്. പക്ഷെ ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. കൂടെ സാമും. ഇതിനിടയ്ക്ക് സിവിൽ വാറിലെ ശരിക്കുള്ള വില്ലൻ സിമോ ബക്കിയെ തന്റെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സിമോയെ പറ്റിയും ഇനി പറയാൻ അവസരം ഉണ്ടെങ്കിൽ പറയാം. ഇതിന്റെ ഇടയ്ക്ക് അവിടെ പവർ കട്ട് ഉണ്ടാക്കി ബക്കിക്കെതിരെയുള്ള പ്ലാനിങ് മനസ്സിലായതോടെ അവനെ രക്ഷിക്കാൻ വേണ്ടി ക്യാപ്റ്റനും സാമും കൂടി അങ്ങോട്ട് പോകുന്നുണ്ട്. ഷാരൻ കാർട്ടറും അവരെ സഹായിക്കുന്നു. ബക്കി സാമിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഒരു വിധത്തിൽ സാം ബക്കിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു ഫൈറ്റിനിടയ്ക്ക് ബക്കി ക്യാപ്റ്റന്റെയും സാമിന്റെയും പിടിയിലാവുന്നുണ്ട്. ബക്കിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ബക്കിയുടെ ബാക്ക് സ്റ്റോറി പറയുമ്പോൾ പറയാം. എന്തായാലും ബക്കി ഒറ്റ വിന്റർ സോൾജർ അല്ലെന്നും ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വേറെ ഒരുപാട് വിന്റർ സോൾജേഴ്സിനെ ഒരു കെട്ടിടത്തിൽ വെച്ചിട്ടുണ്ടെന്നും ക്യാപ്റ്റനും സാമും മനസ്സിലാക്കുന്നു. ബക്കിയും സാമും തമ്മിൽ തുടക്കത്തിലെ ചില സൗന്ദര്യ പടക്കങ്ങൾ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്ക് ഷാരൻ കാർട്ടർ വന്ന് ക്യാപ്റ്റന്റെയും സാമിന്റെയും ഒക്കെ പിടിച്ചെടുത്ത സംഭവങ്ങൾ തിരിച്ചു കൊടുക്കുന്നു. എന്തായാലും ക്യാപ്റ്റൻ ഷാരൻ കാർട്ടറിനെ കിസ് ചെയ്യുന്നത് കണ്ടിട്ട് രണ്ടുപേർക്കും നല്ല സന്തോഷമായി. അവസാനം ക്യാപ്റ്റന് പെണ്ണ് കിട്ടിയല്ലോ എന്ന് അവർ രണ്ടുപേരും വിചാരിച്ചു. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് സ്കോട്ടും സാമും കൂടി സംസാരിക്കുന്നുണ്ട്. അവർ തമ്മിൽ മുൻപുണ്ടായ ഫൈറ്റിനെ പറ്റി. ഇപ്പൊ ഒരു സെയിം ടീമാണ്. അങ്ങനെ അവെഞ്ചേഴ്സ് 2 ചേരിയായി തിരിഞ്ഞു. ടോണി സ്റ്റാർക്കിന്റെ ടീമും ക്യാപ്റ്റന്റെ ടീമും. എയർപോർട്ട് ഫൈറ്റിന്റെ ഇടയ്ക്കാണ് ആദ്യമായിട്ട് പീറ്റർ പാർക്കർ അല്ലെങ്കിൽ സ്പൈഡർമാനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്. സ്പൈഡർമാനും ബക്കിയും ഫാൽക്കണും കൂടി ഒരു ഫൈറ്റ് നടക്കുന്നു. ഇതിനിടയ്ക്ക് സാം റെഡ് വിങ് ഉപയോഗിച്ച് അയൺമാൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ടോണിയുടെ മേലേക്ക് വാണ്ട കുറെ കാറുകൾ വീഴ്ത്താൻ നോക്കുന്നു. ഈ സമയത്ത് വാർ മെഷീൻ വന്ന് ഭയങ്കര സൗണ്ട് വേവ്സ് ഉണ്ടാക്കി വാണ്ടയെ താഴെ വീഴ്ത്തുന്നുണ്ട്. പിന്നെ വാർ മെഷീനും ഫാൽക്കണും കൂടിയായി ഫൈറ്റ്. അവർ പറന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് വിഷൻ വന്ന് വാണ്ടയെ പിടിക്കുന്നു. അതായത് വീണെടുക്കുന്ന വാണ്ടയെ വിഷൻ എണിപ്പിക്കാൻ നോക്കുന്നു. വിഷൻ ഫാൽക്കണിന്റെ സ്യൂട്ടിനിട്ട് അറ്റാക്ക് ചെയ്തെങ്കിലും വിഷന്റെ എനർജി ബീം ചെന്ന് കൊള്ളുന്നത് വാർ മെഷീന്റെ സ്യൂട്ടിലാണ്. റോഡി നേരെ താഴേക്ക് വീഴുന്നു. ടോണിയും സാമും കൂടി റോഡിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പറ്റുന്നില്ല. റോഡി നേരെ വന്ന് താഴെ വീഴുവാണ്. ടോണിക്ക് ഭയങ്കര വിഷമമായി. ഈ സമയത്ത് നമ്മുടെ ഫാൽക്കൺ വന്ന് ടോണിയോട് സോറി പറയുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ ടോണി ഫാൽക്കണിനെ ബ്ലാസ്റ്റ് ചെയ്ത് തെറിപ്പിക്കുവാണ്. ഇതിന്റെ ഇടയ്ക്ക് ക്യാപ്റ്റനും ബക്കിയൊക്കെ പോയി. റോഡി ഏറെക്കുറെ എണിക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായി. അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാമിനെയും സ്കോട്ടിനെയും വാണ്ടയെയും ക്ലിന്റിനെയും ഒക്കെ റാഫ്റ്റ് എന്ന് പറയുന്ന ജയിലിൽ കൊണ്ട് പൂട്ടിയിടുവാണ്. ടോണി സ്റ്റാർക്ക് അങ്ങോട്ട് വന്ന് സാമിനോട് ക്യാപ്റ്റനും ബക്കി എവിടെയാണെന്ന് ചോദിക്കുന്നു. സാം ആദ്യം പറയുന്നില്ല. പക്ഷെ ടോണി അവിടുത്തെ ക്യാമറയും മൈക്കൊക്കെ ഓഫാക്കി തന്നെ വിശ്വസിക്കാമെന്ന് സാമിനോട് പറയുന്നുണ്ട്. എന്നിട്ട് ഇതിന്റെയൊക്കെ പിന്നിൽ സിമോ ആണെന്നുള്ള കാര്യം സാമിന് തെളിവടക്കം കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ സാം പറഞ്ഞതനുസരിച്ച് ടോണി ക്യാപ്റ്റന്റെയും ബക്കിയുടെ അടുത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് ടോണിക്ക് മനസ്സിലായി ബക്കിയാണ് തന്റെ അച്ഛനും അമ്മയും കൊന്നതെന്ന്. പിന്നെ എന്തുകൊണ്ടായെന്ന് അറിയാലോ. എന്തായാലും ക്യാപ്റ്റനും ടോണിയും ബക്കിയും തമ്മിലുള്ള ഫൈറ്റ് കഴിഞ്ഞ് ക്യാപ്റ്റൻ റാഫ് ജയിലിലേക്ക് വന്ന് ഇവരെയൊക്കെ മോചിപ്പിക്കുന്നുണ്ട്. പിന്നെ സാമും ക്യാപ്റ്റനും നതാഷിയും ഒക്കെ കൂടി അവരുടേതായ രീതിയിൽ ടെററിസ്റ്റുകളെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞു പോയി. പിന്നെ നമ്മൾ ഫാൽക്കണിനെ കാണുന്നത് ഇൻഫിനിറ്റി വാറിലാണ്. താനോസിന്റെ ബ്ലാക്ക് ഓർഡർ ടീം വാണ്ടയും വിഷ്ണുവും അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി ക്യാപ്റ്റനും നതാഷിയും സാമും കൂടി വരുന്നുണ്ട്. സാം അപ്പോഴേക്കും ഒരു എക്സ്പേർട്ട് ഫൈറ്ററായി മാറിയിരുന്നു. പിന്നെ താനോസിനെതിരെ ഒന്നിക്കാൻ വേണ്ടി ജനറൽ റോസ് പറയുന്ന കാര്യങ്ങൾ റോഡി കേൾക്കുന്നില്ല. റോഡി ക്യാപ്റ്റനെയും സാമിനെയും നതാഷിയും വാണ്ടയും ഒക്കെ ഒരുമിക്കാൻ വേണ്ടി സ്വീകരിക്കുന്നു. വിഷന്റെ നെറ്റിയിൽ നിന്ന് താനോസ് മൈൻഡ് സ്റ്റോൺ എടുക്കുന്നത് തടയുക എന്നതായിരുന്നു ഈ ടീമിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. പിന്നീട് സാം വക്കാൻഡയിലേക്ക് പോയി. അവിടെ വെച്ച് ഷൂരി സേഫ് ആയിട്ട് വിഷന്റെ നെറ്റിയിൽ നിന്ന് മൈൻഡ് സ്റ്റോൺ എടുക്കാനുള്ള പരീക്ഷണങ്ങൾ ചെയ്യുവാണ്. ഈ സമയത്താണ് താനോസിന്റെ ആർമി വക്കാൻഡയിൽ അറ്റാക്ക് ചെയ്യുന്നത്. അവിടെ ബക്കിയും സാമും കൂടി അവർക്കെതിരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഒരുപാട് ഔട്ട്റൈഡേഴ്സിനെ സാം ഒറ്റയ്ക്ക് പോയി കൊല്ലുന്നുണ്ട്. അവന്റെ സ്യൂട്ടും കൂടെ റെഡ് വിങ് ഉപയോഗിച്ച്. ഇതൊക്കെ കഴിഞ്ഞ് താനോസ് വക്കാൻഡയിലേക്ക് വരുന്നു. അപ്പൊ താനോസിനെതിരെ ഫാൽക്കൺ ഫൈറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ
പക്ഷെ താനോസ് ഈസിയായി ഫാൽക്കണിനെ ദൂരേക്ക് തെറിപ്പിക്കുവാണ്. അത് കഴിഞ്ഞ് താനോസ് ജയിച്ചു, അയാൾ സ്നാപ്പ് ചെയ്തു. അന്ന് മാഞ്ഞുപോയവരുടെ കൂട്ടത്തിൽ സാമും ഉണ്ടായിരുന്നു. പിന്നെ 5 വർഷങ്ങൾക്ക് ശേഷം അവഞ്ചേഴ്സ് ടൈം ട്രാവൽ ഒക്കെ ചെയ്ത് ഹൾക്ക് സ്നാപ്പ് ചെയ്തു, അല്ലെങ്കിൽ ബ്ലിപ്പ് ചെയ്തു. അപ്പൊ ഫാൽക്കൺ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു സീൻ ഉണ്ടാവുകയാണ്. താനോസിന്റെ പടയ്ക്ക് നേരെ ക്യാപ്റ്റൻ ഒറ്റയ്ക്ക് പോരാടാൻ വിചാരിച്ച് നിൽക്കുമ്പോൾ പിന്നിൽ ഒരു പോർട്ടൽ അങ്ങോട്ട് തുറക്കുന്നുണ്ട്. എന്നിട്ട് സാം പറയുകയാണ് ക്യാപ്റ്റനോട്, ഓൺ യുവർ ലെഫ്റ്റ് ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ എന്നോ അവനോട് പറഞ്ഞിരുന്ന ആ ഡയലോഗ് അന്ന് സാം തിരിച്ചു പറയുവാണ്. എന്നിട്ട് പോർട്ടലിനുള്ളിൽ കൂടെ ഒരു മരണമാ സെൻട്രി നടത്തുന്നുണ്ട്. അവിടെ നടക്കുന്ന മഹായുദ്ധത്തിൽ താനോസിന്റെ ആർമിക്കെതിരെ പ്രത്യേകിച്ച് ചിത്തോരികളെ നശിപ്പിക്കാൻ സാം നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നു. ടോണി സ്റ്റാർക്കിന്റെ മരണശേഷം എല്ലാവരും മുട്ടുകുത്തിയിരുന്ന അദ്ദേഹത്തെ ആദരിച്ചപ്പോൾ ആ കൂട്ടത്തിൽ ഫാൽക്കണും ഉണ്ടായിരുന്നു. ടോണി സ്റ്റാർക്കിന്റെ ഫ്യൂണറലിന് സാമും ബക്കിയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ക്യാപ്റ്റൻ ഇൻഫിനിറ്റി സ്റ്റോൺസ് തിരിച്ചു വെക്കാൻ വേണ്ടി പാസ്റ്റിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. ഈ സമയത്ത് താനും കൂടെ വരാമെന്ന് സാം ക്യാപ്റ്റനോട് പറയുന്നുണ്ട്. കാരണം സാമിന് ക്യാപ്റ്റൻ ചെയ്യുന്ന മിഷൻസിന്റെ ഒക്കെ കൂടെ ഒരു ഭാഗമാവണമെന്നാണ് ആഗ്രഹം. ബക്കിയും സാമും ഒരുമിച്ച് അന്ന് ക്യാപ്റ്റനോട് വിട പറഞ്ഞു. പിന്നെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സീൻ വരുന്നത്. അവിടെ അറ്റത്തൊരു ബെഞ്ചിലായിട്ട് വയസ്സായ ക്യാപ്റ്റൻ അമേരിക്കയെ കാണാൻ പറ്റുന്നു. അദ്ദേഹം സാമിന് വേണ്ടി പുതിയൊരു ഷീൽഡും പുതിയൊരു ഉത്തരവാദിത്വവുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ക്യാപ്റ്റൻ അമേരിക്ക എന്ന പദവിയും ഒരുപാട് ഇതിഹാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ വൈബ്രേനിയം ഷീൽഡും അദ്ദേഹം സാമിന്റെ കയ്യിൽ ഏൽപ്പിക്കുവാണ്. ഇത്രയും ഞാൻ പറഞ്ഞപ്പോ ചില കാര്യങ്ങളെങ്കിലും കേട്ടിട്ട് ഓ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ, എനിക്ക് ഓർമ്മയില്ലായിരുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചില്ലേ? കുറച്ചുപേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും. കാരണം ആ സ്റ്റോറി മുഴുവൻ അങ്ങനെ തന്നെ എപ്പോഴും ഓർത്തിരിക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. ഇത് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി കാണും സാം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എത്രമാത്രം ക്യാപ്റ്റന്റെ കൂടെ നിന്നിട്ടുണ്ട്, ക്യാപ്റ്റനെ വിശ്വസിച്ചിട്ടുണ്ടെന്നൊക്കെ. എന്തുകൊണ്ട് ക്യാപ്റ്റൻ സാമിനെ തന്നെ തെരഞ്ഞെടുത്തു എന്നതിന്റെ ഉത്തരവും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലുണ്ട്. എന്നിട്ട് പോലും പുതിയ ക്യാപ്റ്റനാവാനും ആ ഷീൽഡ് കയ്യിൽ വെക്കാനും സാമിന് കോൺഫിഡൻസ് ഇല്ല. ഇതാണ് സാമിന്റെ കഥ. ഇനി നമുക്ക് ആരുടെ കഥ കേൾക്കേണ്ടത്? നമ്മുടെ വിന്റർ സോൾജർ അല്ലെങ്കിൽ ബക്കി ബേൺസിന്റെ കഥ. അത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് ഒരു നിർബന്ധമില്ല, എന്നാലും ഞാൻ പറയാം. സ്റ്റീവ് റോജേഴ്സ് സൂപ്പർ സോൾജർ സെറം കുത്തിവെച്ച് ജിം ബോഡിയൊക്കെ ആവുന്നതിന് മുന്നേ അവൻ ഹൈറ്റ് ഒക്കെ കുറഞ്ഞ അധികം ആരോഗ്യമില്ലാത്ത എല്ലാവരും കളിയാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ പയ്യനായിരുന്നു. ബ്രൂക്ലിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ഒരു ചെറിയ പയ്യൻ. സ്റ്റീവ് റോജേഴ്സിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു ജെയിംസ് ബുക്കാനൻ ബേൺസ് അല്ലെങ്കിൽ നമ്മുടെ ബക്കി. ഇവർക്ക് രണ്ടുപേർക്കും പട്ടാളത്തിൽ ചേരണമെന്നും രാജ്യത്തിനെ സേവിക്കണമെന്നും യുദ്ധങ്ങളിൽ ഏർപ്പെടണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ബക്കിക്ക് അതിനുള്ള ശാരീരിക ക്ഷമതയുണ്ട്, ഹൈറ്റും വെയിറ്റും ആരോഗ്യമൊക്കെ ഉണ്ട്. പക്ഷെ സ്റ്റീവിന് അത് ഉണ്ടായിരുന്നില്ല. എന്നാലും സ്റ്റീവിന്റെ ആഗ്രഹത്തെ ബക്കി തള്ളിക്കളഞ്ഞില്ല. ബക്കി സ്റ്റീവിനെ ചേർത്ത് നിർത്തി ഏറ്റവും നല്ല കൂട്ടുകാരനായിട്ട് കണ്ടു. ആരെങ്കിലും സ്റ്റീവിനെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരെ തുരത്തി ഓടിച്ചിരുന്നത് ബക്കിയായിരുന്നു. അത്രയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അവര്. അങ്ങനെ ഇരിക്കെ ബക്കിക്ക് US ആർമിയിൽ സെലക്ഷൻ കിട്ടി. അവസാനമായിട്ട് അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ബക്കിയും സ്റ്റീവും കൂടി ഒരു എക്സിബിഷൻ കാണാൻ പോകുന്നുണ്ട്, സ്റ്റാർക്ക് എക്സ്പോ. അവിടെ വെച്ച് ഹോവാർഡ് സ്റ്റാർക്ക് അദ്ദേഹത്തിന്റെ പുതിയ പറക്കുന്ന കാറും മറ്റുമൊക്കെ എല്ലാവരും കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്റ്റീവിന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചപ്പോ എപ്പോഴും കൂടെ നിന്നിരുന്നത് ബക്കിയായിരുന്നു. മറ്റുള്ളവരൊക്കെ സ്റ്റീവിനെ അവഗണിച്ചാലും ബക്കി ഒരിക്കലും സ്റ്റീവിനെ അവഗണിച്ചിട്ടില്ല. സ്റ്റീവ് ആണെങ്കിലോ ഒരിക്കലും തോറ്റു കൊടുക്കാറുമില്ല. അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഓരോ വട്ടവും സ്റ്റീവ് ആർമിയുടെ സെലക്ഷനിൽ നിന്ന് പുറത്തായിക്കൊണ്ടേയിരുന്നു. കാരണം അവൻ അതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. എൻഡ് ഓഫ് ദി ലൈൻ, അതായത് അവസാനം വരെ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് ബക്കി സ്റ്റീവിനോട് പറയാറുണ്ട്. വളരെ വിഷമത്തോടെയാണെങ്കിലും അവരൊന്ന് വേർപിരിഞ്ഞു. ഞാൻ ആർമിയിൽ വരുന്നത് വരെ നമുക്ക് ഒരുമിച്ച് പോരാടാനുള്ള യുദ്ധങ്ങൾ നീ ബാക്കി വെക്കണമെന്ന് സ്റ്റീവ് ബക്കിയോട് പറയാറുണ്ട്. അങ്ങനെ ഒരു മിഷന് പോകുന്നതിന്റെ ഇടയ്ക്ക് ബക്കിയെയും കൂടെയുള്ളവരെയും ഹൈഡ്രയുടെ ആളുകൾ തടവിലാക്കുവാണ്. വേൾഡ് വാർ 2 സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. 1940-കളിൽ അവിടെ വെച്ച് ഹൈഡ്രയുടെ സയന്റിസ്റ്റ് ആയിട്ടുള്ള മിസ്റ്റർ അർണിം സോള ബക്കിയുടെ മേല് ഹൈഡ്രയുടെ കയ്യിലുള്ള സൂപ്പർ സോൾജർ സെറത്തിന്റെ മറ്റൊരു വേർഷൻ കുത്തിവെക്കുവാണ്. അതേസമയം ശരിക്കുള്ള സൂപ്പർ സോൾജർ സെറോ അത് കിട്ടിയത് സ്റ്റീവ് റോജേഴ്സിനാണ്. സ്റ്റീവിന്റെ ധൈര്യവും വിട്ടുകൊടുക്കാത്ത മനസ്സും ആത്മവിശ്വാസവും ഒക്കെ കണ്ട് ശരിക്കുള്ള സൂപ്പർ സോൾജർ സെറോ ഉണ്ടാക്കിയ ഡോക്ടർ എർസ്കിൻ ക്യാപ്റ്റൻ അമേരിക്ക ആവാൻ വേണ്ടി സ്റ്റീവിനെ തെരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ പെഗ്ഗിയും ഹോവാർഡ് സ്റ്റാർക്കും ഒക്കെ നോക്കി നിൽക്കെ അവിടെ നടക്കുന്ന പരീക്ഷണത്തിൽ സ്റ്റീവ് റോജേഴ്സ് ക്യാപ്റ്റൻ അമേരിക്കയായി മാറുവാണ്. അതിശക്തനും രൂപത്തിൽ ഒരു അതികായനുമായി സ്റ്റീവ് റോജേഴ്സ് മാറി. അതായത് ഒരു 1.5 മനുഷ്യനായി മാറി. ഈ സെറത്തിന്റെ മറ്റൊരു പതിപ്പാണ് ബക്കിയുടെ മേൽ കുത്തിവെച്ചത്. ഇതിനുശേഷം ബക്കിയെ സ്റ്റീവ് റോജേഴ്സ് ഹൈഡ്രയുടെ കേന്ദ്രത്തിലേക്ക് കടന്നുവന്ന് രക്ഷിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് അവര് റെഡ് സ്കള്ളിനെ നേരിടുന്നു. എന്തായാലും ബക്കിക്ക് തന്റെ കൂട്ടുകാരനായ സ്റ്റീവ് റോജേഴ്സിലുണ്ടായ മാറ്റം ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ അവന് സന്തോഷമായി. സ്റ്റീവിന്റെ ആഗ്രഹങ്ങൾ അവസാനം നടന്നല്ലോ. ഇങ്ങനെയല്ലാതെ ഒരിക്കലും ബക്കിക്ക് സ്റ്റീവിനോട് യാതൊരു അസൂയയും തോന്നിയിട്ടില്ല. അതാണ് ഒരു യഥാർത്ഥ ഫ്രണ്ടിന്റെ ലക്ഷണം. അത് കഴിഞ്ഞ് സ്റ്റീവ് ബക്കിയുടെ കൂടെ ആർമി ബേസിലേക്ക് തിരിച്ചെത്തി. പിന്നെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരുപാട് മിഷൻസിന് വേണ്ടി പോയി. ഇതിന്റെ ഇടയ്ക്ക് പെഗ്ഗിയെ വളയ്ക്കാൻ സ്റ്റീവിനോട് ബക്കി പറയുന്നുണ്ട്. അങ്ങനെ കുറെ മിഷൻസിനിടയ്ക്ക് അർണിം സോള പോകുന്ന ഒരു ട്രെയിൻ സ്റ്റീവും ബക്കിയും ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. റെഡ് സ്കള്ളിന്റെ ആളുകൾ അതിൽ നിന്ന് പിടിക്കണം, പ്രത്യേകിച്ച് സോളയെ. പക്ഷേ ഈ മിഷന്റെ ഇടയ്ക്ക് ബക്കി നേരെ താഴേക്ക് വീണു പോവാണ്. ബക്കി മരിച്ചെന്ന് തന്നെ സ്റ്റീവ് വിചാരിച്ചു. പക്ഷെ ബക്കി മരിച്ചില്ല. ബക്കിയെ ഹൈഡ്രയുടെ ആളുകൾ അവിടുന്ന് കണ്ടെടുത്തു. താഴേക്ക് വീഴുന്നതിന്റെ ഇടയ്ക്ക് ബക്കിയുടെ കൈ നഷ്ടപ്പെട്ടിരുന്നു. സൂപ്പർ സോൾജർ സെറ ഉള്ളത് കൊണ്ട് മാത്രമാണ് ബക്കി മരിക്കാതെ രക്ഷപ്പെട്ടത്. അവിടെ ബക്കിയെ ഹൈഡ്രയുടെ ആളുകൾ തടവിലാക്കി വെച്ചു. ഇതിന്റെ ഇടയ്ക്കാണ് ഷീൽഡ്
ഷീൽഡ് ഏജൻസിയുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ഹൈഡ്രയുടെ ചാരന്മാരും പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അവർ ബക്കിയുടെ മേല് പുതിയ പരീക്ഷണങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഈ പരീക്ഷണത്തിന് വിന്റർ സോൾജർ പ്രോഗ്രാം എന്നും പേരിട്ടു. അവര് ബക്കിയുടെ മുറിഞ്ഞുപോയ ഇടത്തെ കൈക്ക് പകരമായിട്ട് ഒരു റോബോട്ടിക് ഹാൻഡ് വെച്ച് കൊടുക്കുകയാണ്, ഒരു യന്ത്രക്കൈ. ശരിക്കും ഇതിനെ പ്രോസ്തെറ്റിക് ആം എന്നാണ് പറയുക. ഇവർക്ക് ബക്കിയെ ഒരു ആയുധമായിട്ട് മാറ്റണമെന്ന് തോന്നി. അതിന് ബക്കിയുടെ പഴയ ഓർമ്മകളെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ തടഞ്ഞു വെക്കണം. അങ്ങനെ പരീക്ഷണങ്ങൾക്കൊടുവിൽ അവരത് നേടിയെടുത്തു. പഴയ ഓർമ്മകൾ മാച്ചു കളഞ്ഞ് ബക്കിയെ അവർ വിന്റർ സോൾജറാക്കി മാറ്റി. ഹൈഡ്രയുടെ ആയുധം ആരെ പോയി കൊല്ലാൻ പറഞ്ഞാലും അവൻ കൊന്നിട്ട് തിരിച്ചു വരും. അങ്ങനെ ഹൈഡ്ര ഒരുപാട് കാലം ബക്കിയെ ഉപയോഗിച്ചു. ആവശ്യം കഴിഞ്ഞാൽ അവർ ബക്കിയെ പിടിച്ച് ഒരു ഐസ് കൂടിന്റെ ഉള്ളിലാക്കി വെക്കും, ഫ്രീസ് ചെയ്ത് വെക്കും. ഓരോ മിഷൻ കഴിയുമ്പോഴും അവർ ബക്കിയുടെ ഓർമ്മ തുടച്ചു മാറ്റും. ബക്കിക്ക് ഒരിക്കലും ഇമോഷൻസ് വരാൻ പാടില്ല, എന്നാലും ഒരു നല്ല ആയുധമായിട്ട് മാറാൻ പറ്റൂ. ഇത് വളരെ വേദനയുള്ള ഒരു പ്രോസസ് ആയിരുന്നു. ഓരോ വട്ടവും ബക്കിക്ക് ഇത് സഹിക്കേണ്ടി വന്നു. പിന്നീടുള്ള 50 വർഷത്തിലധികം ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് അനുഭവിച്ച ആളാണ് നമ്മുടെ ബക്കി. ഇതിനേക്കാൾ ഭേദം മരണമായിരുന്നു. ബക്കി ജീവനോടെ ഇല്ല എന്നുള്ള കാര്യം എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഇരിക്കുകയാണ് ഹൈഡ്ര ഹോവാർഡ് സ്റ്റാർക്കിന്റെ കയ്യിലുള്ള കുറച്ച് സൂപ്പർ സോൾജേഴ്സിനെ മോഷ്ടിക്കാൻ വേണ്ടി വിന്റർ സോൾജറിനെ വിടുന്നത്. അവരെ കൊന്നുകളയാൻ ഹൈഡ്ര പറഞ്ഞിരുന്നു. വിന്റർ സോൾജർ അതുപോലെ തന്നെ ചെയ്തു. ഹോവാർഡ് സ്റ്റാർക്കിനെയും ഭാര്യയെയും അവൻ കൊന്നുകളയുവാണ്. സ്വന്തം അറിവോടെ അല്ല, സ്വന്തം ഇഷ്ടത്തോടെ അല്ല, പക്ഷെ അത് ചെയ്തേ പറ്റൂ. തനിക്ക് കിട്ടുന്ന ഓർഡറുകൾ അവന് നടത്തിയേ പറ്റൂ. അങ്ങനെയാണ് അവന്റെ ബ്രെയിനിനെ അവർ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഹൈഡ്ര വീണ്ടും വീണ്ടും കുറെ വിന്റർ സോൾജേഴ്സിനെ ഉണ്ടാക്കാൻ തുടങ്ങി. അവർക്ക് ആവശ്യം പോലെ ആയുധമാക്കി ഉപയോഗിക്കാൻ. ഹോവാർഡ് സ്റ്റാർക്കിന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച സൂപ്പർ സോൾജർ സെറംസ് ഉപയോഗിച്ചാണ് അവരിത് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് സൈബീരിയയിലുള്ള ഒരു കേന്ദ്രത്തിൽ വെച്ച് അവിടുത്തെ ഹൈഡ്രയുടെ മെയിൻ ലീഡറിന് മനസ്സിലായി ഈ വിന്റർ സോൾജേഴ്സ് കൺട്രോൾ ഇല്ലാത്ത പോലെയാണ് പെരുമാറുന്നത്. ഹൈഡ്രയുടെ ആളുകളെ പോലും അല്ലെങ്കിൽ മെയിൻ ലീഡറെ പോലും വിന്റർ സോൾജേഴ്സ് കൺട്രോൾ നഷ്ടപ്പെട്ട് ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് അപകടമാണെന്ന് അയാൾക്ക് മനസ്സിലായി. ബക്കിയുടെ സഹായത്തോടെ അയാൾ ബാക്കി വിന്റർ സോൾജേഴ്സിനെ അവിടെ ഐസിലാക്കി പൂട്ടിവെക്കുവാണ്. പിന്നെ ഈ കേന്ദ്രത്തിനെ പറ്റി അവരധികം അന്വേഷിച്ചിട്ടില്ല. പക്ഷെ ബക്കി അവർ വീണ്ടും വിന്റർ സോൾജറായി ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കലും ഒരു ഹോട്ടലിൽ ഒരു മിഷൻ ചെയ്യാൻ വേണ്ടി ബക്കി അവർ അയച്ചു. ഹൈഡ്ര പറഞ്ഞ എല്ലാവരെയും ബക്കി കൊന്നുകളഞ്ഞു. അത് കണ്ടുകൊണ്ട് നിന്ന ഒരു പാവൻ ജപ്പാൻകാരനെയും തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടി ബക്കിക്ക് വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. അത് കഴിഞ്ഞ കാലങ്ങൾക്ക് ശേഷം ഷീൽഡിന്റെ ഉള്ളിൽ ഹൈഡ്ര വീണ്ടും പൊങ്ങി വരാൻ തുടങ്ങി. അലക്സാണ്ടർ പിയേഴ്സ് എന്ന് പറയുന്ന ഒരാളായിരുന്നു ഇതിന്റെ മെയിൻ ആള്. അവരാണ് പ്രോജക്ട് ഇൻസൈറ്റ് എന്ന് പറയുന്ന ആ പദ്ധതി പ്ലാൻ ചെയ്തത്. അതെന്താന്ന് ഞാൻ സാമിന്റെ ബാക്ക് സ്റ്റോറി പറഞ്ഞിരുന്നു. നിക് ഫ്യൂറിയെ കൊല്ലാൻ വേണ്ടി അവർ ബക്കിയെ വിട്ടു. നിക് ഫ്യൂറി ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു, അടിയിക്കോടെ തുരന്ന്. അത് കഴിഞ്ഞ് വീണ്ടും ഫ്യൂറിയെ കൊല്ലാൻ വേണ്ടി ബക്കി വരുന്നുണ്ട്. ആ സമയത്ത് ക്യാപ്റ്റനും ബക്കിയും തമ്മിൽ ചെറിയൊരു ചേസിംഗ് നടക്കുന്നുണ്ട്. ക്യാപ്റ്റൻ എറിഞ്ഞ ഷീൽഡ് ബക്കി ഈസി ആയിട്ട് പിടിച്ചെടുത്ത് തിരിച്ചറിയുവാണ്. ക്യാപ്റ്റനെയും സാമിനെയും നതാഷയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ബക്കി വീണ്ടും വരുന്നുണ്ട്. അവിടെ വെച്ച് ബക്കിയും ക്യാപ്റ്റനും തമ്മിലുള്ള ഒരു അടിപൊളി ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റി. MCUവിലെ ഏറ്റവും മികച്ച ഫൈറ്റ്സിൽ ഒന്നായിരുന്നു അത്. ഇവിടെ വെച്ച് ബക്കിയുടെ മാസ് കഴിഞ്ഞു വീഴുമ്പോൾ ക്യാപ്റ്റൻ അതിശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. ബക്കി മരിച്ചെന്ന് കരുതി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാണ് അവനെ വീണ്ടും ക്യാപ്റ്റൻ കാണുന്നത്. പക്ഷെ ബക്കിക്ക് ക്യാപ്റ്റൻ ഓർമ്മയില്ല. ബക്കി അദ്ദേഹത്തെ വെടിവെക്കാൻ പോകുമ്പോഴേക്കുമാണ് സാം എന്ന് ബക്കിയെ ചവിട്ടി മാറ്റുന്നത്. ബക്കിക്ക് പഴയ കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ഹൈഡ്ര പിന്നെയും ബക്കിയുടെ ഓർമ്മ മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് വീണ്ടും അവനെ പല മിഷൻസിനും വിട്ടു. ലാസ്റ്റ് ഹെലിക്കാരെ വെച്ച് നടക്കുന്ന ഫൈറ്റിൽ സാമിനും ക്യാപ്റ്റനും എതിരെ വിന്റർ സോൾജർ ഭയങ്കരമായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പ്രൊജക്ട് ഇൻസൈറ്റിന് നിർത്താൻ പോകുന്ന ക്യാപ്റ്റനെ ബക്കി വെടിവെക്കുന്നു. ഇത് കഴിഞ്ഞ് ക്യാപ്റ്റനും ബക്കിയും ഫൈറ്റ് നടക്കുന്നുണ്ട്. പക്ഷെ ബക്കി തന്നെ തിരിച്ചറിയുന്ന വിശ്വാസത്തോടെ ക്യാപ്റ്റൻ ഫൈറ്റ് ചെയ്യൽ നിർത്തി. ബക്കി ക്യാപ്റ്റനെ ഒരുപാട് ഇടിച്ചു. പക്ഷെ എപ്പോഴും ഒരിക്കൽ ബക്കിക്ക് തന്റെ സ്റ്റീവ് റോജേഴ്സിന് ചെറുതായിട്ട് ഓർമ്മ വരാൻ തുടങ്ങി. താഴെ വെള്ളത്തിൽ വീഴുന്ന ക്യാപ്റ്റനെ തിരിച്ച് കരയിൽ കൊണ്ട് കിടത്തിയിട്ട് പോകുന്നത് ബക്കി തന്നെയാണ്. കാരണം അവന് മനസ്സിലായി സ്റ്റീവ് തന്റെ ആരോഗ്യമാണ്. പിന്നെ ബക്കി അതിനെപ്പറ്റിയുള്ള അന്വേഷണം തുടങ്ങി. അവൻ സ്മിത്സോണിയൻ മ്യൂസിയത്തിൽ പോയി അവിടെ ക്യാപ്റ്റനെ പറ്റിയും ബക്കിയെ പറ്റിയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു. ഇപ്പൊ ഷീൽഡിനുള്ള ഹൈഡ്രയെ നിക് ഫ്യൂറിയും ക്യാപ്റ്റനും ടീമും ഇല്ലാതെയാക്കി. അതുകൊണ്ട് തന്നെ തൽക്കാലം ബക്കി ഫ്രീ ആയി. പക്ഷെ ഗവൺമെന്റ് ഇപ്പോഴും ബക്കി ഒരു കുറ്റക്കാരനായി തന്നെ കണ്ട് അവന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ബക്കി അവന്റെ പഴയ ജീവിതത്തെ പറ്റി കിട്ടുന്ന ഓർമ്മകളൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാൻ തുടങ്ങി. ഈ സമയത്താണ് കിങ് ടിച്ചാക്കയെ കൊന്ന ഒരു ബോംബ് അറ്റാക്ക് ഉണ്ടാവുന്നത്. ഇത് ബക്കി അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ഇതിന്റെ കുറ്റക്കാരനായിട്ട് ന്യൂസിലൊക്കെ കൊടുത്തിരിക്കുന്ന അവന്റെ പേരാണ്. ബക്കിയെ കൊല്ലാൻ വേണ്ടി ബ്ലാക്ക് പാന്തർ വരുന്നുണ്ട്. ബക്കിയെ രക്ഷപ്പെടുത്താൻ ക്യാപ്റ്റനും സാമും വരുന്നു. അങ്ങനെ അവരൊക്കെ പിടിയിലായി. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പൊ ബക്കിയെ അവിടെ തടവി വെച്ചിരിക്കുവായിരുന്നു. ബക്കിയുടെ സൈക്കാട്രിസ്റ്റായി വരേണ്ട ഒരാൾക്ക് പകരം അവിടെ വന്നത് സിമോ ആണ്. സിമോക്ക് ബക്കിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരുന്നു. ചില പ്രത്യേക വാക്കുകൾ പ്രത്യേക ഓർഡറിൽ പറയുമ്പോൾ ബക്കി വിന്റർ സോൾജറായി മാറും. അതായത് പണ്ടത്തെ പോലെ ഒരു ആയുധമായിട്ട് മാറും. ഈ പ്രത്യേക വാക്കുകൾ പറഞ്ഞ ആൾക്ക് വിന്റർ സോൾജറിനെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യിക്കാൻ പറ്റും. സിമോയുടെ കയ്യിൽ ഇതിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അവൻ ആ വാക്കുകൾ വായിച്ചു തുടങ്ങിയതോടെ ഇത് പ്രശ്നമൊന്നും ബക്കി മനസ്സിലായി. ബക്കി പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇറങ്ങിയപ്പോഴേക്കും സിമോ ആ വാക്കുകൾ പറഞ്ഞു തീർത്തു. ബക്കി വിന്റർ സോൾജറായിട്ട് മാറി. ഇപ്പൊ സിമോ പറയുന്ന എന്തും ബക്കി അനുസരിക്കും. സിമോ ബക്കിയോട് ഹോവാർഡ് സ്റ്റാർക്കിനെയും ഭാര്യയും കൊന്ന കാര്യവും ആ സൂപ്പർ സോൾജർ സെറംസ് എങ്ങനെ ഉപയോഗിച്ചു, അത് വെച്ച് എത്ര പുതിയ വിന്റർ സോൾജേഴ്സിനെ ഉണ്ടാക്കി, അവരെവിടെയാണ് വെച്ചിരിക്കുന്നത്, ഈ വിവരങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. സിമോ ബക്കിയോട് അവനെ തടയാൻ വരുന്ന ആരെയാണെങ്കിലും കൊന്നുകളയാൻ പറയുന്നു. ടോണി ബക്കിയെ തടയാൻ ശ്രമിക്കുമ്പോൾ ടോണിയുടെ മുഖത്തേക്ക് വെടിവെക്കാൻ വരെ ബക്കിക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല. പക്ഷെ ടോണി അത് അദ്ദേഹത്തിന്റെ ചെറിയൊരു ഗ്ലൗസ് വെച്ച് തടഞ്ഞു. തടയാവുന്ന നതാഷയ്ക്കും ബക്കി നന്നായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ടിച്ചാലയും ബക്കി ആക്രമിക്കാൻ വരുന്നു. പക്ഷെ ബക്കി രക്ഷപ്പെട്ടു. ക്യാപ്റ്റൻ തടയാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ബക്കി അവിടുത്തെ ഒരു ഹെലികോപ്റ്റർ എടുത്ത് രക്ഷപ്പെടാൻ പോയി. പക്ഷെ ക്യാപ്റ്റൻ തന്റെ മസിൽ പവർ ഉപയോഗിച്ച് ആ ഹെലികോപ്റ്റർ അവിടെ
പിടിച്ചു നിർത്തുവാണ്. അങ്ങനെ സ്റ്റീവും സാമും കൂടി ബക്കിയെ തടവിലാക്കി. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം അറിയാമായിരിക്കും. സീമോയുടെ പ്ലാൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഷാരൻ കാർട്ടർ വരുന്നു, ബക്കിയെയും സാമിനെയും ക്യാപ്റ്റനും ഒക്കെ ജയിലിൽ നടക്കുന്നു. ഇപ്പൊ ഏകദേശം സിവിൽ വാറിന്റെ ടൈമായി. അവഞ്ചേഴ്സ് 2 ഗ്രൂപ്പായി പിരിഞ്ഞ് യുദ്ധം തുടങ്ങി. ബക്കിയുടെ ഒരു ഇടി നമ്മുടെ സ്പൈഡർമാൻ ഒറ്റ കൈകൊണ്ട് തടയുന്ന ഒരു സീനുണ്ട്. അത് നമ്മൾ ആരും മറക്കില്ല. ഇതിനിടയ്ക്ക് ബ്ലാക്ക് പാന്തർ ആണെങ്കിൽ തന്റെ അച്ഛനെ കൊന്നെന്ന് പറയുന്ന ബക്കിയെ കൊല്ലാൻ വേണ്ടി നടക്കുവാണ്. അവർ തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. ബക്കിയും ക്യാപ്റ്റനും കൂടി രക്ഷപ്പെടാൻ പോകുമ്പോൾ ബ്ലാക്ക് പാന്തർ പിന്നാലെ വരുന്നുണ്ട്. നത്താഷയാണ് ബ്ലാക്ക് പാന്തറിനെ കുറച്ചു നേരം ഷോക്ക് അടിപ്പിച്ച് തളർത്തി നിർത്തുന്നത്. ക്യാപ്റ്റനും ബക്കിയും കൂടി സിമോ പോയിരിക്കാമെന്ന് വിചാരിക്കുന്ന പണ്ടത്തെ വിന്റർ സോൾജർ പ്രോഗ്രാം നടന്ന കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇതൊക്കെ സിമോയുടെ പ്ലാൻ ആയിരുന്നു. റാഫ്റ്റ് ജയിലിൽ കിടന്നിരുന്ന സാം പറഞ്ഞതനുസരിച്ച് ടോണി സ്റ്റാർക്കും ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവർ 3 പേരും കണ്ടുമുട്ടി. ഇവിടെ വെച്ച് സിമോയുടെ പ്ലാൻ അനുസരിച്ച് ഒരു വീഡിയോ പ്ലേ ആവുകയാണ്. വിന്റർ സോൾജർ ഹോട്ട് സ്റ്റാർക്കിനെയും ഭാര്യയെയും കൊന്നുകളയുന്ന വീഡിയോ. ഇത് കണ്ട ടോണിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ടോണി ബക്കിയെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷെ സ്റ്റീവ് അതിന് സമ്മതിക്കുന്നില്ല. കാരണം ഇതൊന്നും ബക്കി അവന്റെ അറിവോടെ ചെയ്തതല്ല. അതുകൊണ്ട് അറിയാതെ ചെയ്ത കുറ്റത്തിന് ബക്കിയെ കൊല്ലുന്നതും ശരിയല്ല. അങ്ങനെ 3 പേരും കൂടി ഒടുക്കത്തെ ഫൈറ്റായി. ഇതിന്റെ ഇടയ്ക്ക് ബക്കിയുടെ പ്രോസ്തെറ്റിക് ആം അവൻ ടോണിയുടെ നെഞ്ച് താഞ്ഞു പിടിച്ച് ആർക്ക് റിയാക്ടർ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ടോണിയുടെ ഒരു ബ്ലാസ്റ്റ് കൊണ്ട് ബക്കിയുടെ ആ കൈ തന്നെ അവിടുന്ന് പൊളിഞ്ഞു പോവാണ്. അവിടെ നടന്ന ഫൈറ്റിനൊടുവിൽ ക്യാപ്റ്റൻ ബക്കിയെ കൊണ്ട് അവിടുന്ന് പോകുന്നു. ബക്കിയെ ക്യാപ്റ്റൻ കൂടെ കൊണ്ടുപോകുമ്പോൾ ആ ഷീൽഡ് നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ലെന്ന് ടോണി ക്യാപ്റ്റനോട് പറയുന്നുണ്ട്. ക്യാപ്റ്റൻ ബക്കിയെ തെരഞ്ഞെടുത്തു. ഷീൽഡ് അവിടെ ഇട്ടിട്ട് ക്യാപ്റ്റൻ ബക്കിയുടെ കൂടെ പോയി. ഇത് കഴിഞ്ഞ് അവർ പോകുന്നത് ബക്കിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി വക്കാൻഡയിലേക്കാണ്. എന്നാലും ഇതിന്റെ ഉള്ളിൽ ബക്കിയല്ല തന്റെ അച്ഛനെ കൊന്നതെന്ന് കിങ് ടിച്ചാലയ്ക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ വക്കാൻഡി വെച്ച് പതുക്കെ ഷൂരിയുടെ സഹായത്തോടെ ഹൈഡ്ര ബക്കിയുടെ തലയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഈ വിന്റർ സോൾജർ പ്രോഗ്രാമിംഗ് അവർ കളയാൻ ശ്രമിക്കുന്നു. അത് പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമായിരുന്നില്ല. പതുക്കെ അവരത് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ സമയം കടന്നുപോയി. വക്കാൻഡയിൽ നിന്ന് ബക്കിക്ക് വൈബ്രേനിയം കൊണ്ടുള്ള പുതിയൊരു റോബോട്ടിക് ഹാൻഡ് കിട്ടുവാണ്. കുറെ കാലങ്ങൾ ബക്കി ചികിത്സയിലായിരുന്നു. ഇത് കഴിഞ്ഞാണ് സാമിന്റെയും വാണ്ടയുടെയും വിഷന്റെയും കൂടെ ക്യാപ്റ്റൻ വക്കാൻഡയിലേക്ക് വരുന്നത്. അങ്ങനെ അവർ വീണ്ടും കണ്ടുമുട്ടി. ഇത് കഴിഞ്ഞ അവിടെ താനോസിന്റെ ആർമി വന്ന് വക്കാൻഡയെ ആക്രമിക്കുന്നു. അവിടെ സൂപ്പർ സോൾജേഴ്സ് ആയിട്ടുള്ള 2 ചങ്ക്സ് ആ 2 കൂട്ടുകാർ കൂടി ചേർന്ന് അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തു. സ്റ്റീവ് റോജേഴ്സും ബക്കി ബാൺസും. ഇതിന്റെ ഇടയ്ക്ക് തോറും റോക്കറ്റും ഗ്രൂട്ടും വക്കാനിലേക്ക് വന്ന് ഇറങ്ങിയല്ലോ. അത് കഴിഞ്ഞ് റോക്കറ്റും ബക്കിയും കൂടി ടീമപ്പ് ആവുന്നുണ്ട്. റോക്കറ്റിന് ഒരു കൈ തൂക്കി പിടിച്ച് ബക്കി കറക്കി വെടിവെപ്പിക്കുന്നുണ്ട്. എന്തായാലും റോക്കറ്റും ബക്കിയും പരിചയപ്പെട്ടു. റോക്കറ്റിന് ബക്കിയുടെ ആ റോബോട്ടിക് ഹാൻഡ് വേണമെന്നൊരു ആഗ്രഹം പറയുന്നുണ്ട്. അത് വേറൊരു കഥ. അത് നമുക്ക് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി 3 പറയുമ്പോൾ പറയാം. പിന്നെ അവിടേക്ക് താനോസ് വരുമ്പോ ബക്കി താനോസിനെതിരെ വെടിവെക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. താനോസ് ബക്കിയെ തെറിപ്പിച്ചു കളഞ്ഞു. പിന്നീട് താനോസ് സ്നാപ്പ് ചെയ്യുമ്പോൾ ക്യാപ്റ്റന്റെ മുന്നിൽ വെച്ച് സാം പൊടിയായി പോവാണ്. പിന്നെ 5 വർഷം കഴിഞ്ഞ് ഹൾക്ക് സ്നാപ്പ് ചെയ്യുമ്പോൾ ആ ബ്ലിപ്പിക്കോടെ ബക്കി തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ താനോസിനെതിരെയുള്ള പോരാട്ടത്തിൽ ബക്കി ഒരു ഭാഗമായി. അവിടെ വെച്ച് വീണ്ടും ബക്കി റോക്കറ്റുമായിട്ട് ടീമപ്പ് ആവുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി മരിച്ച ടോണി സ്റ്റാർക്കിന് മുന്നിൽ മുട്ടുകുത്തിയപ്പോഴും അദ്ദേഹത്തിന്റെ ഫ്യൂണറലിലും ബക്കി ഉണ്ടായിരുന്നു. പിന്നീട് ക്യാപ്റ്റൻ ഇൻഫിനിറ്റി സ്റ്റോൺസ് തിരിച്ചു വെക്കാൻ വേണ്ടി പാസ്റ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ സ്റ്റീവിന്റെ പ്ലാൻ ബക്കിക്ക് ഏറെക്കുറെ അറിയാമായിരുന്നു. ക്യാപ്റ്റൻ പിന്നെ പോയി പെഗ്ഗിയുടെ കൂടെ ജീവിക്കാൻ പോവാണെന്നും തൽക്കാലം ഇനി തിരിച്ചു വരില്ലെന്നും ബക്കിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ബക്കി അവസാനമായിട്ട് ക്യാപ്റ്റനോട് ഗുഡ് ബൈ പറയുവാണ്. അങ്ങനെ അവർ പണ്ട് പറഞ്ഞതുപോലെ എൻഡ് ഓഫ് ദി ലൈൻ അല്ലെങ്കിൽ അവസാനം വരെ അവർ കൂടെ നിന്നു. ക്യാപ്റ്റന്റെ പ്ലാനുകൾ നേരത്തെ അറിയാമായിരുന്ന ബക്കി വയസ്സായ ക്യാപ്റ്റൻ ബഞ്ചി വന്നിരിക്കുമ്പോൾ അത്ഭുതപ്പെടുന്നില്ല. പകരം സാമിനോട് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നു. ആ ഷീൽഡ് സാമിനാണ് കൊടുക്കാൻ പോകുന്നതെന്ന് ബക്കിക്ക് നേരത്തെ അറിയാം. ഇങ്ങനെ ഒരു പാസ്റ്റുള്ള ബക്കിയെ ഒരിക്കലും ആളുകളോ ഗവൺമെന്റോ കംപ്ലീറ്റ് ആയി വിശ്വസിക്കില്ല. ബക്കി ക്യാപ്റ്റൻ അമേരിക്കയായി വരുന്നത് ആരും അംഗീകരിക്കില്ല. അത് മാത്രമല്ല എത്രയൊക്കെ ചികിത്സ നേടിയെന്ന് പറഞ്ഞാലും ബക്കി വീണ്ടും വിന്റർ സോൾജറായി മാറില്ലെന്ന് 100% ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഇതുകൊണ്ടൊക്കെയാണ് ക്യാപ്റ്റൻ ബക്കിക്ക് ആ ഷീൽഡ് കൊടുക്കാത്തത്. എന്നാൽ അതിൽ ബക്കിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഒരിക്കലുമില്ല. അവനവന്റെ ജീവിതം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. വിന്റർ സോൾജർ എന്ന് പറയുന്ന ഒഴിയാ ബാധ അവന്റെ തലയിൽ നിന്ന് മാറിയിരിക്കുകയാണ്. അത് തന്നെ ബക്കിയെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ്. പിന്നെ ഇത്രയും നേരം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇതിൽ നിന്ന് നിങ്ങൾ തന്നെ പറ, സ്റ്റീവ് റോജേഴ്സിന് ശേഷം ആ ഷീൽഡ് കയ്യിലെടുക്കാനും ക്യാപ്റ്റൻ അമേരിക്ക അവന് യോഗ്യത ആർക്കാ ഉള്ളത്? അത് സാം വിൽസൺ അല്ലേ? തീർച്ചയായിട്ടും അതെ. ഇത് പലർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ശരിയാണ്, സ്റ്റീവ് റോജേഴ്സിന് പകരം മറ്റൊരാളെ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് കാണാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ ആ സ്ഥാനം ആരെങ്കിലും വഹിക്കണമല്ലോ. ആരെങ്കിലും ആ സ്ഥാനത്തേക്ക് വന്നല്ലേ പറ്റൂ. അതിനെ പറ്റിയതാരാ? അത് ക്യാപ്റ്റന്റെ പ്രിയപ്പെട്ട അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത സാം വിൽസൺ തന്നെയാണ്. പക്ഷെ സാമിന് അത് ചെയ്യാനുള്ള ആത്മവിശ്വാസമില്ല. ഇതാണ് ബക്കിയുടെ കഥ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ബോറടിച്ച് ഒരു വിധമായിട്ടുണ്ടാവില്ലേ? എന്നാൽ നമുക്ക് കുറച്ചും കൂടി ബോറടിക്കാം. ഇതും കൂടി ഉള്ളൂ. ഇനി നമുക്ക് കേൾക്കാനുള്ളത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡിന്റെ ചരിത്രമാണ്. അത് ഒരുപാട് പറയാനൊന്നുമില്ല. ആ ഷീൽഡ് എന്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, എന്തിലൂടെയൊക്കെയാണ് ആ ഷീൽഡ് കടന്നു വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. എന്നാലല്ലേ ആ ഷീൽഡിന്റെ മൂല്യത്തിനെ പറ്റി നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവും. എല്ലാം ഒന്നും നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് എന്തായാലും ഇങ്ങനെ പറയണമെന്ന് തോന്നി. അപ്പൊ നമുക്ക് തുടങ്ങാം. സ്റ്റീവ് റോജേഴ്സിന് ആദ്യമായിട്ട് കിട്ടുന്ന ഷീൽഡ് എന്ന് പറയുന്നത് അത്ര കട്ടിയുള്ളതൊന്നും ആയിരുന്നില്ല. ബക്കിയെ രക്ഷിക്കാൻ വേണ്ടി പോയപ്പോ റെഡ് സ്കളിന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആ ഷീൽഡിന് സാധിച്ചില്ല. പിന്നെയാണ് ഹോട്ട് സ്റ്റാർ വൈബ്രേനിയം കൊണ്ടുള്ള ഷീൽഡ് ക്യാപ്റ്റന് കൊടുക്കുന്നത്. പെഗ്ഗി അതിലേക്ക് വന്ന് ദേഷ്യപ്പെട്ട് വെടിവെക്കുന്നതും ക്യാപ്റ്റൻ ഷീൽഡ് വെച്ച് ബുള്ളറ്റ് തടയുന്നതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ ഷീൽഡ് വെച്ച് ഒരുപാട് മിഷൻസ് ക്യാപ്റ്റൻ ചെയ്തു. ഹൈഡ്രയുടെ ഒരുപാട് ആളുകളെയും ഒരുപാട് കേന്ദ്രങ്ങളെയും ക്യാപ്റ്റൻ ആളുകളും തകർത്തു. അതിന് പ്രധാനമായിട്ട് സഹായിച്ചത് ഈ ഷീൽഡാണ്. അവസാനം പ്ലെയിനിൽ വെച്ച് റെഡ് സ്കളിനെ തടയുന്ന നേരത്ത് ഈ ഷീൽഡ്
ഷീൽഡ് വെച്ച് തന്നെയാണ് ക്യാപ്റ്റൻ പോരാടിയത്. അതിന്റെ ഒടുവിൽ ക്യാപ്റ്റന്റെ ഷീൽഡും ടെസറാക്റ്റും ആ പ്ലെയിനും കൂടി അദ്ദേഹം മഞ്ഞിലേക്ക് ഇടിച്ചിറക്കുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷം മഞ്ഞിൽ പൊതഞ്ഞു കിടന്നിരുന്ന ക്യാപ്റ്റനെയും ആ ഷീൽഡിനെയും നിക് ഫ്യൂറിയുടെ ഷീൽഡ് ഏജൻസി കണ്ടെത്തുകയാണ്. 2012 വീണ്ടും ക്യാപ്റ്റൻ തിരിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഷീൽഡ് ഉണ്ട്. ലോക്കി അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ ക്യാപ്റ്റൻ ഈ ഷീൽഡ് വെച്ച് ചാടി വന്ന് തടയുന്ന ഒരു മാസ് സീൻ ഉണ്ട്. അത് കഴിഞ്ഞ് ലോക്കിയെ പിടിക്കാൻ വേണ്ടി തോർ വരുന്നു. തോറും അയൺമാനും തമ്മിൽ ഫൈറ്റ് നടന്നപ്പോ അത് തടയാൻ ക്യാപ്റ്റൻ ചെയ്യുന്നു. തോറിന്റെ മ്യോൾനിയർ കൊണ്ടുള്ള അടിയെ ക്യാപ്റ്റൻ ഈ ഷീൽഡ് വെച്ച് തടയുന്നുണ്ട്. വലിയൊരു ഷോക്ക് വേവ് ആണ് അപ്പോൾ ഉണ്ടായത്. താനോസ് അയച്ച ലോക്കിയുടെ നേതൃത്വത്തിലുള്ള ചിത്തോരി ആക്രമണം തടയാൻ ക്യാപ്റ്റൻ ഷീൽഡ് ഒരുപാട് ഉപയോഗിച്ചു. പലപ്പോഴും ക്യാപ്റ്റന് മാത്രമല്ല നത്താഷയടക്കം മറ്റുള്ളവരെ സംരക്ഷിക്കാനും ക്യാപ്റ്റൻ ഷീൽഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ക്യാപ്റ്റനും ടോണിയും കൂടി ചേരുമ്പോ ഷീൽഡ് അവിടെയും ഒരുപാട് ഹെൽപ്ഫുൾ ആയി. പലപ്പോഴും തോറും ക്യാപ്റ്റനും ടീമപ്പായി ഫൈറ്റ് ചെയ്യുമ്പോൾ പോലും മ്യോൾനിയറും ഷീൽഡ് കൂട്ടിച്ചേർത്ത് അവരെതിരാളികൾക്ക് നേരെ ഉപയോഗിക്കാറുണ്ട്. ബെട്രോക്ക് എന്ന് പറയുന്ന ഒരുത്തനെ ഒരു ഷിപ്പി വെച്ച് നേരിടാനും ക്യാപ്റ്റൻ ഷീൽഡ് ഉപയോഗിച്ചു. നിക് ഫ്യൂറിയെ കൊല്ലാൻ വന്ന വിന്റർ സോൾജറിനെ ക്യാപ്റ്റൻ ചേസ് ചെയ്ത് ഈ ഷീൽഡ് അവന് നേരെ എറിയുന്നുണ്ട്. വിന്റർ സോൾജർ ഒറ്റ കൈ കൊണ്ട് അത് പിടിച്ചെടുക്കുന്നത് ഒരു മാരക സീനായിരുന്നു. എന്നിട്ട് തിരിച്ചെറിയുന്നുണ്ട്. അത് കഴിഞ്ഞ് ലിഫ്റ്റിന്റെ ഉള്ളിൽ വെച്ച് ഹൈഡ്രയുടെ ആളുകള് ക്യാപ്റ്റനെ കൊല്ലാൻ നോക്കി. പിന്നെ എന്താ ഉണ്ടായെന്ന് എല്ലാവർക്കും അറിയാം. ക്യാപ്റ്റൻ അത്രയും മുകളിൽ നിന്ന് ചില്ല് പൊട്ടിച്ച് ചാടി. അതിനു മുന്നേ അവിടെയുള്ള എല്ലാവരെയും പഞ്ഞിക്കിട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും അകലെ നിന്ന് ഇത്രയും ഉയരത്തിൽ നിന്ന് താഴെ വന്ന് വീണിട്ടും ക്യാപ്റ്റൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. ആ വീഴ്ചയുടെ ഇമ്പാക്ട് ആ ഷീൽഡ് വെച്ചാണ് ക്യാപ്റ്റൻ ഒരു വിധത്തിൽ തടയുന്നത്. ക്യാപ്റ്റൻ അറ്റാക്ക് ചെയ്യാൻ വന്ന ഒരു വലിയ ജെറ്റും ക്യാപ്റ്റൻ ഈ ഷീൽഡ് വെച്ച് തകർക്കുന്നുണ്ട്. ഹൈഡ്രയുടെയും വിന്റർ സോൾജറിന്റെയും കൂടുതൽ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി അർണിം സോളയുടെ മനസ്സ് അല്ലെങ്കിൽ കോൺഷ്യസ്നസ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു കേന്ദ്രത്തിലേക്ക് സ്റ്റീവ് നത്താഷയും കൂടി പോകുന്നുണ്ട്. അവിടെ വെച്ചുണ്ടായ ബ്ലാസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതും ഈ ഷീൽഡ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ വിന്റർ സോൾജറുമായിട്ട് നടന്ന ഫൈറ്റിന്റെ ഇടയ്ക്കും ഈ ഷീൽഡ് ക്യാപ്റ്റന് ഭയങ്കര ഉപകാരപ്പെട്ടു. കാരണം ബക്കിയുടെ ഉരുക്ക് പോലെയുള്ള കൈ കൊണ്ടുള്ള ഇടി തടയാൻ ഷീൽഡ് തന്നെ വേണം. ക്യാപ്റ്റനും സാമും കൂടി ഹൈഡ്രയ്ക്കെതിരെ പോരാടുന്നു. അത് കഴിഞ്ഞ് ബക്കിയും ക്യാപ്റ്റനും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുന്നു. ഇതിന്റെ ഇടയ്ക്ക് ക്യാപ്റ്റൻ ഈ ഷീൽഡ് താഴേക്ക് ഇടുന്നുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ബക്കി തന്നെ തിരിച്ചറിയണമെന്ന ആഗ്രഹത്തോടെയാണ് ക്യാപ്റ്റൻ അവന്റെ മുന്നിൽ നിൽക്കുന്നത്. അവന് വേണമെങ്കിൽ തന്നെ കൊന്നോട്ടെ എന്നാണ് ക്യാപ്റ്റൻ വിചാരിക്കുന്നത്. അത്രയും ഫ്രണ്ട്ഷിപ്പാണ് ക്യാപ്റ്റൻ ബക്കിയോട്. ഇത് കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് ആ ഷീൽഡ് കണ്ടെടുക്കുന്നുണ്ട്. സാം അത് ക്യാപ്റ്റന് തിരിച്ചു കൊടുക്കും. വാണ്ടയും പീറ്ററയും ഒക്കെ വെച്ച് പരീക്ഷണം ചെയ്യുന്ന ഹൈഡ്രയുടെ ബേസിൽ പോയി ക്യാപ്റ്റൻ ഈ ഷീൽഡ് വെച്ച് ഹൈഡ്രയുടെ തലവനായിട്ടുള്ള ബാരൻ സ്ട്രക്കർ അടിച്ചിടുന്നുണ്ട്. അൾട്രോണിന്റെ റോബോട്ടുകളെ തകർക്കാനും ക്യാപ്റ്റൻ ഈ ഷീൽഡ് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. ഒരു വട്ടം തോറ് ഈ ഷീൽഡിനെ മ്യോൾനിയർ വെച്ച് ഒരു ഒറ്റ അടി അടിക്കുന്നുണ്ട്. ഈ ഷീൽഡ് തെറിച്ചു പോയി കുറെ അൾട്രോണുകളെ കൊല്ലുന്നു. ലാഗോസിൽ നടക്കുന്ന ഫൈറ്റിന്റെ ഇടയ്ക്കും ഷീൽഡ് വെച്ച് ക്യാപ്റ്റൻ നന്നായിട്ട് തന്നെ ഷൈൻ ചെയ്യുന്നു. ഇത് കഴിഞ്ഞ എയർപോർട്ട് ഫൈറ്റിന്റെ ഇടയ്ക്ക് ക്യാപ്റ്റന്റെ കയ്യിലിരിക്കുന്ന ഷീൽഡിനെ പീറ്റർ വെബ് ഷൂട്ട് ചെയ്ത് തന്റെ കയ്യിലേക്ക് വരുത്തി ഒരൊറ്റ ലാൻഡിംഗ് ഉണ്ട്. ആ സീൻ നമ്മൾ ആരും മറക്കില്ല. സിവിൽ വാറിൽ ബ്ലാക്ക് പാന്തറിന്റെ ആക്രമണങ്ങൾ തടയുന്നതിന്റെ ഇടയ്ക്ക് വൈബ്രേനിയം കൊണ്ടുള്ള ഈ ഷീൽഡ് വൈബ്രേനിയം കൊണ്ടുള്ള ബ്ലാക്ക് പാന്തറിന്റെ നഖങ്ങൾ കൊണ്ട് പോറലേൽക്കുന്നുണ്ട്. ടോണി ബക്കിയെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ക്യാപ്റ്റൻ ഈ ഷീൽഡ് വെച്ച് തന്നെയാണ് ടോണിയെ തടയുന്നത്. അവസാനം ടോണിയുടെ ആർക്ക് റിയാക്ടർ പൊട്ടിക്കുന്നതും ഈ ഷീൽഡ് വെച്ചാണ്. ഈ ഷീൽഡ് ക്യാപ്റ്റൻ അർഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്റെ സുഹൃത്തിനെ പിടിച്ച് ഷീൽഡ് അവിടെ ഉപേക്ഷിച്ച് ക്യാപ്റ്റൻ നടന്നു പോകുന്നുണ്ട്. ആ സീനൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. പിന്നെ ഈ ഷീൽഡ് ടോണിയുടെ കയ്യിലായിരുന്നു. ഇൻഫിനിറ്റി വാറിന്റെ ഒന്നും സമയത്ത് നമ്മൾ ഈ ഷീൽഡിനെ പിന്നെ കാണുന്നില്ല. ടോണിയും സ്റ്റീവും തമ്മിലും കാണുന്നില്ല. പിന്നെ എൻഡ് ഗെയിമിന്റെ ടൈമിൽ ടോണി വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു പോകാമെന്ന് കണ്ടുപിടിച്ച് കഴിയുമ്പോഴാണ് ടോണി ഈ ഷീൽഡ് കൊണ്ടുവന്ന് സ്റ്റീവിന് തിരിച്ചു കൊടുക്കുന്നത്. ഇവരൊക്കെ 2012 ടൈം ട്രാവൽ ചെയ്യുമ്പോൾ രണ്ട് ക്യാപ്റ്റന്മാർ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. അവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് ഷീൽഡ് വെച്ച്. പിന്നീട് താനോസ് ആയിട്ടുള്ള അവസാന ഫൈറ്റിൽ ഈ ഷീൽഡിനെ താനോസ് അയാളുടെ വാള് വെച്ച് രണ്ട് കഷ്ണമാക്കി കളയുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്താ, താനോസ് തോൽക്കുന്നു, ടോണി മരിക്കുന്നു. ക്യാപ്റ്റൻ അമേരിക്ക ഇൻഫിനിറ്റി സ്റ്റോൺസ് തിരിച്ചു വെക്കാൻ വേണ്ടി പാസ്റ്റിലേക്ക് പോകുന്നു. വയസ്സായ ക്യാപ്റ്റൻ വന്ന് ബെഞ്ചിലിരിക്കുന്നു. അദ്ദേഹം നല്ലൊരു അടിപൊളി ഷീൽഡ് സാമിന് വേണ്ടി കയ്യിൽ കരുതിയിരുന്നു. അത് അദ്ദേഹം സാമിനെ ഏൽപ്പിക്കുകയാണ്. സാമിന് അത് തന്റേതാണെന്ന് തോന്നുന്നേയില്ല, അല്ലെങ്കിൽ താൻ അതിന് അർഹനാണെന്ന് തോന്നുന്നില്ല. ഇതാണ് ഈ വൈബ്രേനിയം ഷീൽഡിന്റെ യാത്ര. ഇപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട 3 പേരുടെ ബാക്ക് സ്റ്റോറിയാണ് പറഞ്ഞിരിക്കുന്നത്. സാം അല്ലെങ്കിൽ ഫാൽക്കണിന്റെ, ബക്കി അല്ലെങ്കിൽ വിന്റർ സോൾജറിന്റെ, പിന്നെ ക്യാപ്റ്റന്റെ സ്വന്തം വൈബ്രേനിയം ഷീൽഡിന്റെ. എന്തായാലും ഈ വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്ക് അറിയില്ല. ഓൾറെഡി സ്റ്റോറിയൊക്കെ ഓർമ്മയുള്ളവർ കാണണ്ട. പക്ഷെ നിങ്ങളിൽ ആർക്കെങ്കിലും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് പഴയ ചില കാര്യങ്ങൾ ഓർമ്മ പുതുക്കാനും മറന്നുപോയ ചില കാര്യങ്ങൾ ഓർക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഗുഡ് എന്ന് കമന്റ് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അതെനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് എപ്പിസോഡിൽ സാം ഷീൽഡ് എടുത്തുകൊണ്ട് വന്ന് ഒരു പ്രസ് മീറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു കണക്ഷൻ കിട്ടില്ല. ആ കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കഥയുടെ ആ ഒരു ഇമോഷൻ കിട്ടില്ല. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെടില്ല. അതാണ് കാര്യം. അപ്പൊ എന്തായാലും ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ അടുത്ത വീഡിയോയിലാണ് തുടങ്ങാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.